വെല്ലുവിളിക്കുക CN വിജയകുമാരിയെ വെല്ലുവിളിക്കുക. ടീച്ചർ ധൈര്യം ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കട്ടെ. സംസ്കൃതത്തിലായിരിക്കും ചോദ്യങ്ങൾ മുഴുവൻ. സംസ്കൃതത്തിൽ ഉത്തരവും പറയാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ കാണും, അല്ലാത്ത ചോദ്യങ്ങൾ കാണും, അതിനകത്ത് ദർശനങ്ങൾ കാണും, ന്യായം, വൈശേഷികം, വേദാന്തം, ഇതിനകത്തുനിന്ന് എല്ലാം ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ഞാനൊരു ശ്ലോകം ചൊല്ലും, അതിൻ്റെ ബാക്കി ഇപ്പം ഞാൻ കൈലാസ ദ്രീഷകോണെ സുരവിടവിതടെ സ്പാടികെ മണ്ഡവേസൻ ഇത്രയും ഞാൻ ചൊല്ലും. ബാക്കി ടീച്ചർ ചൊല്ലണം. ഏത് ഗ്രന്ഥത്തിലാണെന്ന് പറയുകയും കൂടെ വേണം. ധൈര്യം ഉണ്ടെങ്കിൽ ആ വിഷയം ഏറ്റെടുക്കട്ടെ. കേരള യൂണിവേഴ്സിറ്റിയിലെ HOD ഡീനുമായ ഡോക്ടർ വിജയകുമാരി വിപിൻ മോഹൻ എന്ന് പറയുന്ന PhD വിദ്യാർത്ഥിനിയോട് കാണിച്ച വളരെ മോശമായ നിലപാട് കേരളത്തിലെ ചിന്തിക്കുന്ന മനുഷ്യരെ വളരെയേറെ പ്രതിഷേധത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഈ സംസ്കൃത ഭാഷയും ബിപിൻ വിജയനെതിരെയുള്ള ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഡോക്ടർ TS ശ്യാംകുമാർ നമ്മളോട് സംസാരിക്കുന്നു. സാർ, ഈ വിഷയത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? അതായത് വിപിൻ വിജയന് സംസ്കൃതം അറിയില്ല, അവർ PhD അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ദലിത് വിഭാഗങ്ങളോട് കാണിക്കുന്ന അവഗണനയുടെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. PhD ചെയ്യുന്ന ഒരു കുട്ടിക്ക് സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അപഹസിക്കുകയും അയാളുടെ അവകാശം നിഷേധിക്കുകയും ചെയ്യുന്നതിനോട് സാർ നിൽക്കും. ഈ വിഷയത്തിന് രണ്ട് മാനങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ഒന്നാമത്തെ തല നമുക്ക് ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാറുമായിട്ടുള്ള സംവാദത്തിൻ്റെ സന്ദർഭത്തിൽ അതിനു മുമ്പ് VC കഴിച്ച കത്തിലും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ചും ചാനൽ ചർച്ചയിലൂടെയും വെളിവായ കാര്യങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് വിപിൻ എന്ന് പറയുന്ന ഗവേഷണ വിദ്യാർത്ഥിക്ക് സംസ്കൃതം അറിയില്ല. അതുകൊണ്ട് തന്നെ PhD ഗവേഷണ പ്രബന്ധം സമർപ്പിക്കപ്പെട്ട് അതിനുശേഷം ലഭിക്കേണ്ട ഡോക്ടറേറ്റിന് ഈ ഗവേഷണ വിദ്യാർത്ഥി അർഹനല്ല എന്നുള്ളതാണ് ഡോക്ടർ CN വിജയകുമാരി എന്ന് പറയുന്ന കേരള സർവകലാശാല സംസ്കൃത വിഭാഗം മേധാവിയും ഡീനുമായ വിജയകുമാരിയുടെ വാദം. ഈ വാദം നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് വിപിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംസ്കൃതത്തിൽ BAയും MAയും MEdും MPhilഉം ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ഗവേഷണ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിക്കാണ് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് വാദിക്കുന്നത്. ഇത് അടിസ്ഥാനപരമായി തെറ്റായൊരു വാദമാണ്. കാരണം ഇത്രയും വർഷക്കാലം സംസ്കൃതം പഠിച്ച ഒരാൾക്ക് സംസ്കൃതത്തിൻ്റെ ABCD പോലും അറിയില്ല എന്ന് വാദിക്കുന്ന ശുദ്ധ അസംബന്ധമാണ്. തന്നെയല്ല, ബോധപൂർവമാണ് ഈ ഒരു ആക്ഷേപം പറയുന്നത്. ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ കാതല കിടക്കുന്ന വെച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ MPhil തീസിസ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഈ ഡോക്ടർ CN വിജയകുമാരി. അതിനകത്ത് അവർ എഴുതി ചേർത്തിരിക്കുന്നത് ബെനഫൈഡ് റിസർച്ച് എന്നായിരുന്നു. അതായത് ഈ റിസർച്ച് ഒറിജിനൽ തീസിസ് ആണെന്ന്, ഒറിജിനൽ ഡോക്യുമെൻ്റ് ആണെന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയ വിജയകുമാരി തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇവർക്ക് സംസ്കൃതം വായിക്കാൻ അറിയില്ല. അപ്പം ഇവർക്കെതിരെ വിശ്വാസവഞ്ചനയ്ക്ക്, കൃത്രിമ രേഖ ചമയ്ക്കൽ, യൂണിവേഴ്സിറ്റിയെ ചതിക്കൽ എന്നിത്യാദി കാര്യങ്ങൾക്കൊക്കെ എതിരെ വിജയകുമാരിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയ കയ്യൊപ്പ് ചാർത്തി എഴുതി ചേർത്തിരിക്കുന്നതാണ് ഇത് ഒറിജിനൽ ഡോക്യുമെൻ്റ് ആണെന്നാണ്. ഒറിജിനൽ ഡോക്യുമെൻ്റ് ആണ്. സംസ്കൃതത്തെ സംബന്ധിച്ച ഗവേഷണ പ്രബന്ധത്തിൽ കയ്യൊപ്പ് ചാർത്തിയതിലൂടെ തെളിയുന്നത് ആ ഗവേഷണ പ്രബന്ധം കേനോപനിഷത്തിനെ സംബന്ധിച്ചാണ്. അപ്പോൾ കേനോപനിഷത്തിനെ സംബന്ധിച്ച് പഠനം തയ്യാറാക്കണമെന്ന് തീർച്ചയായിട്ടും ഉപനിഷത്ത് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ എഴുതാൻ കഴിയും. സംസ്കൃതത്തിൻ്റെ ഒറിജിനൽ ആ ഭാഷാപരമായിട്ട് തന്നെ, ഭാഷാശാസ്ത്രപരമായിട്ട് തന്നെ, സാഹിത്യപരമായിട്ടൊക്കെ തന്നെ അത് ആഴത്തിൽ പരിശോധിക്കുന്ന ഒരാൾക്ക് മാത്രമേ കേനോപനിഷത്തിനെ പറ്റി ഒരു MPhil ഗവേഷണം തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരാൾക്ക് സംസ്കൃതം വായിക്കാൻ അറിയില്ല, സംസ്കൃതം എഴുതാൻ അറിയില്ല, സംസ്കൃതം പറയാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത് ശരിയായ ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞതാണ്. ഓപ്പൺ ഡിഫൻസിന്റെ സന്ദർഭത്തിൽ തന്നെയാണ് ഇവർ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ കുട്ടി അജ്ഞനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതുവരെ കേരളത്തിലെ വ്യത്യസ്ത സംസ്കൃത ഡിപ്പാർട്ട്മെന്റ്, കേരളത്തിലെ വ്യത്യസ്ത സർവകലാശാലകളിൽ എല്ലാ സംസ്കൃത ഭാഷയിലാണ് ഓപ്പൺ ഡ്രൈവ് നടന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരിടത്തും സംസ്കൃത ഭാഷയിലുള്ള ഗവേഷണം സംസ്കൃതത്തിൽ തന്നെ ആയിരിക്കണമെന്ന നിബന്ധനയില്ല.
അല്ല, സംസ്കൃത പരീക്ഷയും മലയാളത്തിലാണ്. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് മലയാളത്തിൽ. അതൊരു സെക്കൻഡ് ലാംഗ്വേജ് ആയി. അതെ, നമ്മൾ മെയിൻ ലാംഗ്വേജ് ആയിട്ട് എടുക്കുമ്പോൾ സംസ്കൃതം തന്നെ എഴുതണം. പക്ഷെ ഞാൻ പറഞ്ഞത് വരുന്നത് ഗവേഷണ പ്രബന്ധത്തെ സംബന്ധിച്ച ഗവേഷണ പ്രബന്ധം ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ എഴുതാം. ഓപ്ഷൻ ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. സംസ്കൃതത്തിൽ എഴുതാം, ഇംഗ്ലീഷിലും എഴുതാം. ഓപ്പൺ വൈവയുടെ സന്ദർഭത്തിൽ തുറന്ന സംവാദം, ഗവേഷണ പ്രബന്ധത്തിന്റെ സംഗ്രഹം അവതരിപ്പിച്ചുകൊണ്ട് ഓപ്പൺ വൈവ നടക്കും. ആ ഓപ്പൺ വൈവയെ സംബന്ധിച്ച് ഓപ്പൺ വൈവ പ്രബന്ധ സംഗ്രഹം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി കുട്ടിക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കാം. പ്രത്യേകിച്ച് ഇപ്പം മലയാളം അറിയാവുന്ന ഒരു ചെയർമാനാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിഷയം മറുപടി സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറയാം. അതിന് യാതൊരു തടസ്സം. ഇന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സംസ്കൃതത്തെ സംബന്ധിച്ചൊരു സർവകലാശാലയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ഓപ്പൺ വൈവ സംസ്കൃതം തന്നെ ആയിരിക്കണം യാതൊരു നിബന്ധനയില്ല. തന്നെയല്ല, ഓപ്പൺ വൈവ എന്ന് പറയുന്നത് സംസ്കൃത സംഭാഷണ ശിബിരമല്ല. അല്ലെങ്കിൽ സംസ്കൃതം ഒരു സംഭാഷണം ഇതല്ലല്ലോ, സംസാര ഭാഷയാണോ? അല്ല, സംസ്കൃതം ഒരിക്കലും ഒരു വ്യാവഹാരിക ഭാഷയല്ല. പക്ഷെ അതിരിക്കെ തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഓപ്പൺ വൈവയിൽ ഈ കുട്ടിക്ക് സംസാരിക്കാൻ അറിയാമോ എന്നല്ല പരിശോധിക്കുന്നത്. സംസ്കൃതത്തിൽ സംസാരിക്കുന്ന കടവല്ലൂർ അന്യോന്യം അല്ല ഓപ്പൺ വൈവ. ഓപ്പൺ വൈവയെ CN വിജയകുമാരി സംസ്കൃത സംഭാഷണ ശിബിരത്തിന്റെ മല്ലയുദ്ധമാക്കി മാറ്റിയിരിക്കുന്നു. എന്താണ് ഓപ്പൺ വൈവയിൽ നടക്കേണ്ടത്? ഓപ്പൺ വൈവയിൽ നടക്കേണ്ടത് വളരെ കൃത്യമായി ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കുക. അത് ഉന്നയിക്കുക. അതിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ബാധ്യത ഗവേഷണ വിദ്യാർത്ഥിക്കില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ കുറിച്ചെടുക്കുകയും തുടർന്ന് ആ വിഷയത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തുമെന്ന് പറയുക. തീസിസിൽ തെറ്റ് ചൂണ്ടിക്കാട്ടുവാണെങ്കിൽ പബ്ലിക്കേഷൻ വേളയിൽ അത് തിരുത്താമെന്ന് പറയുക. ഒരിക്കലും ഒരു PhD ഓപ്പൺ വൈവ എന്ന് പറഞ്ഞാൽ അടഞ്ഞ അധ്യായം അവിടെ നിന്നല്ല അവസാനിക്കുന്നില്ല. അതൊരു തുറന്ന ഇടമാണ്. അപ്പം വിജയകുമാരിയെ പോലുള്ള ആളുകൾ മനസ്സിലാക്കാത്ത ഇതിനെ തുറന്ന ഇടമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ വിഷയം, ഡോക്ടർ അരുൺകുമാറുമായി റിപ്പോർട്ടർ ചാനൽ നടന്ന സംഭാഷണ സന്ദർഭത്തിൽ വിജയകുമാരി സൂചിപ്പിച്ചത് വിപിന് ഗവേഷണ രീതിശാസ്ത്രം മെത്തഡോളജി അറിയില്ല. അതുകൊണ്ട് വിപിനെ താൻ മെത്തഡോളജി പഠിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് വിജയകുമാരി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം. ഈ ഒരു വാദം ഉന്നയിച്ച ദിവസം തന്നെ CN വിജയകുമാരിയുടെ ഗവേഷണ പ്രബന്ധം PhD തീസിസ് ഞാൻ പരിശോധിക്കുകയുണ്ടായി. കേരള സർവകലാശാലയിൽ 2002 CN വിജയകുമാരിയുടെ ഗവേഷണ പ്രബന്ധം PhD തീസിസ് സബ്മിറ്റ് ചെയ്തത്. ആ ഗവേഷണ പ്രബന്ധം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ ഒരു രീതിശാസ്ത്രവും പാലിക്കാത്തൊരു ഗവേഷണ പ്രബന്ധമാണ് CN വിജയകുമാരിയുടെ തെളിവ്. അവർ സംസ്കൃതത്തിലാണ് തീസിസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ സംസ്കൃതത്തിൽ എഴുതുന്ന തീസിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രഥമാ വിഭക്തിയിൽ സമസ്ത പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് സങ്കീർണമായ ഭാഷാ പ്രയോഗങ്ങൾ ഒഴിവാക്കി ലളിത സംസ്കൃതത്തിലാണ്. സത്യത്തിൽ ഞാൻ ഇവരുടെ സംസ്കൃതത്തെ വിശേഷിപ്പിക്കുന്ന ഇഡലി സംസ്കൃതം എന്നാണ്. ഇഡലി സംസ്കൃതം. കാരണം ഇഡലി സംസ്കൃതം ഇവരുടെ സംസ്കൃതത്തെ ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം ഇഡലി എന്ന് പറയുന്ന തദ്ദേശീയ ഭക്ഷണത്തെ വ്യാവഹാരിക സംസ്കൃതക്കാർ ഇഡലിഹി എന്നാണ് വിളിക്കുന്നത്. വേദേതിഹാസ പുരാണങ്ങളിൽ ഇഡലി ഒന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന ആധുനിക കാലത്ത് ഇഡലിക്ക് ഇഡലിഹി എന്നെങ്ങനെ വന്നു? അത് ഇവരുണ്ടാക്കുന്നതാണ്. പുതിയ ഈ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം സംഘപരിവാരത്തിന്റെ വ്യത്യസ്ത സംഭാഷണ ശിബിരക്കാരും നിർമ്മിച്ചെടുത്തതാണ് ഇഡലിഹി എന്നുള്ളത്. മൊബൈലിന് ഇവർ പറയുന്ന ദൂരവാണി എന്നാണ്. ഇതിഹാസ പുരാണ പാഠങ്ങളിൽ മൊബൈലില്ല, പിന്നെ ദൂരവാണി എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ സംസാരിക്കുന്ന സംസ്കൃതത്തിന് ചിരപുരാതനമായ സംസ്കൃത ഭാഷയുമായി അതിൻ്റെ പ്രയോഗരൂപങ്ങളായി യാതൊരു ബന്ധവുമില്ല. ഇതിഹാസ പുരാണങ്ങളിലെയോ വൈദിക ഭാഷയുമായിട്ടോ ഒന്നും തന്നെ യാതൊരു ബന്ധവുമില്ല. സംസ്കൃതം ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആകണമെങ്കിൽ എന്ത് വേണം? അത് സാധാരണക്കാർക്കിടയിൽ വ്യവഹരിക്കപ്പെടുന്ന ഭാഷയായിരിക്കണം. അത് കച്ചവടത്തിന് ഉപയോഗിക്കപ്പെടുന്ന ഭാഷയായിരിക്കണം. നമ്മൾ എല്ലാ അർത്ഥത്തിലും ഒരു കച്ചവട സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മറ്റു കാര്യങ്ങൾക്ക് സംസ്കൃതം ഒരർത്ഥത്തിൽ ഒരു വൈജ്ഞാനിക ഭാഷയാണ്. ഞാൻ കോട്ടാൻകോട്ടിലാണ് ഈ വൈജ്ഞാനിക ഭാഷ എന്ന് പറയുന്നത്. കാരണം ബ്രാഹ്മണർ തുണി ഉടുക്കുന്നതും ബ്രാഹ്മണർ കുളിക്കുന്നതും ബ്രാഹ്മണർ ഭസ്മം തൊടുന്നതും എല്ലാം വൈജ്ഞാനികമാണ്. കാരണം ബ്രാഹ്മണർ പ്രതിഷ്ഠിക്കുന്നത് വൈജ്ഞാനികമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനുവേണ്ടി തന്ത്രഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. ബ്രാഹ്മണർ അയിത്തം കാണിക്കുന്നതിന് വൈജ്ഞാനികമാക്കിയിരിക്കുക, അയിത്തം പാലിക്കുന്നതിനുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. അതിനെല്ലാം വളരെ കൃത്യമായിട്ടുള്ള പ്രമാണങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് വൈജ്ഞാനികം എന്നുള്ളത് കോട്ടാൻകോട്ട്. ആ പ്രമാണങ്ങളാണ് നമ്മുടെ പാണ്ഡിത്യത്തിന്റെ. സംസ്കൃതത്തിൽ സംസാരിക്കുന്നതാണോ പാണ്ഡിത്യം? അത്
ചുരുക്കം പറഞ്ഞാൽ ഇഡലി സംസ്കൃതക്കാരുടെ സംസ്കൃതമല്ല. അല്ല. പ്രൊഫസർ GU തിട്ടയെ പോലെയുള്ള അഗാധരായ സംസ്കൃത പണ്ഡിതർ, അഗാധമായ പാണ്ഡിത്യം സംസ്കൃതത്തിലുള്ള പണ്ഡിതർ, ബ്രാഹ്മണങ്ങളെ പറ്റി പഠിച്ചിട്ടുള്ള ആളാണ് GU തിട്ടൻ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യാതമായ ഗവേഷണ പ്രബന്ധത്തിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചമസം എന്ന യാഗശാലയിൽ ഉപയോഗിക്കുന്ന ചമസം എന്ന് പറയുന്ന യാഗോപകരണത്തെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പൂണിനെ ലക്ഷ്യമാക്കി പ്രയോഗിക്കുന്നതിനെ കളിയാക്കുന്നുണ്ട്. കാരണം ചമസം എന്ന വാക്കെടുത്തിട്ട് ആധുനികമായ സ്പൂണിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഇത് സംസ്കൃതത്തെ മലിനീകരിക്കലാണെന്നാണ് തിട്ടയെ പോലുള്ള സംസ്കൃതം പറയുന്നത്. ഇതാണ് ഇഡലി സംസ്കൃതക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CN വിജയകുമാരിയെ പോലെയുള്ളവർ സംസാരിക്കുന്ന സംസ്കൃതം ഇഡലി സംസ്കൃതമാണ്. അതിന് പ്രാചീന സംസ്കൃത ഭാഷയുമായി യാതൊരു ബന്ധവുമില്ല. ഇഡലി സംസ്കൃതം സംസാരിക്കുന്നവർക്ക് ഇതിഹാസ പുരാണങ്ങളിലോ സ്മൃതികളിലോ ധർമ്മശാസ്ത്രങ്ങളിലോ ബ്രാഹ്മണങ്ങളിലോ തന്ത്രഗ്രന്ഥങ്ങളിലോ ഷഡ്ദർശനങ്ങളിലോ പാണ്ഡിത്യമുണ്ട് എന്നതിനർത്ഥമില്ല. അവർ സംസാരിക്കുമ്പോൾ മലയാള ഭാഷ സംസാരിക്കുന്നുണ്ടാവും. മലയാള ഭാഷ സംസാരിക്കുന്നതിനർത്ഥം മലയാള ഭാഷയുടെ ഭാഷാശാസ്ത്രപരമായ ചരിത്രത്തിലും അതിൻ്റെ ലിംഗ്വിസ്റ്റിക്സിലായ മറ്റു കാര്യങ്ങളിലും പാണ്ഡിത്യമുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ സംസ്കൃതത്തിൽ ഈ പറഞ്ഞ ഇഡലി സംസ്കൃതത്തിൽ ഇവർ സംസാരിക്കുന്നു. ഇഡലി സംസ്കൃതത്തിൽ സംസാരിക്കുന്നതിന് സംസ്കൃതം അല്ലത്. അത് മറ്റുള്ളവർ സംസാരിക്കണമെന്നായിരിക്കും ഇവർ പറയുന്നത്. ഇഡലി സംസ്കൃതത്തിൽ മറ്റുള്ളവരെല്ലാം സംസാരിക്കണം. കേരളത്തിൽ അറിയപ്പെടുന്ന വ്യാകരണത്തിലുൾപ്പെടെ അഗാധമായ പാണ്ഡിത്യമുള്ള സംസ്കൃത പണ്ഡിതന്മാർക്ക് പോലും ഒഴിക്കോടെ സംസ്കൃതം സംസാരിക്കാൻ കഴിയില്ല. അതിന് കാരണം അങ്ങനെ കഴിയുന്നവരുണ്ടെങ്കിൽ നമ്മൾ അവരെ ചെയ്യാൻ തയ്യാറാണ് അല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ സംസ്കൃതത്തിന്റെ ഭാഷാപ്രയോഗം അത്രയും സങ്കീർണമാണ്. അപ്പം 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ബാണഭട്ടന്റെ കാദംബരി പോലുള്ള കൃതികൾ, അതിൽ ഗദ്യപ്രയോഗം നമ്മൾ നോക്കണം. ദണ്ഡിയുടെ ദശകുമാര ചരിതം, അതായത് ഒരു വാചകം അവസാനിക്കുന്നത് പേജുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. അത്ര അപ്പൊ ഈ CN വിജയകുമാരുടെ ഗവേഷണ പ്രബന്ധം തന്നെ പരിശോധിച്ചാൽ വളരെ ലളിതമായ രീതിയിൽ ഇഡലി സംസ്കൃതത്തിലാണ് അവർ ഗവേഷണ പ്രബന്ധം എഴുതിയിരിക്കുന്നത്. അത് വലിയ മഹത്തായ സംസ്കൃതമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുക. അതുകൊണ്ട് CN വിജയകുമാർ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇവരുടെ ഗവേഷണ പ്രബന്ധത്തിൽ ഉപസംഹാര അധ്യായം, അതാണ് ഞാൻ ആദ്യം വായിച്ചത്. അതിൻ്റെ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത്, ഏറ്റവും അവസാനത്തെ വാചകം, ആ തീസിസ് അവസാനിക്കുന്നത് തന്നെ മറ്റ് 5 അധ്യായങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ സംക്ഷേപിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവേഷണ പ്രബന്ധം അവസാനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഗവേഷണ പ്രബന്ധം ഇങ്ങനെയാണ് അവസാനിക്കേണ്ടത്? എന്താണ് ഗവേഷണത്തിന്റെ രീതിശാസ്ത്രം? എന്താണ് കൺക്ലൂഷനെ പറ്റി ഗവേഷണ രീതിശാസ്ത്രങ്ങൾ പറയുന്നത്? അതായത് ഒരു ഗവേഷണ പ്രബന്ധം അവസാനിക്കുന്ന കൺക്ലൂഷൻ ചാപ്റ്ററിൽ നൂതനമായ അറിവ് രൂപങ്ങൾ ഉണ്ടായിരിക്കണം. ഇതുവരെയുള്ള ആ 4 ചാപ്റ്ററുകളിൽ 4 ചാപ്റ്ററുകളിലായിട്ട് നടത്തി വന്ന അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ അതിൽ അവതരിപ്പിച്ചിരിക്കണം. അല്ലാതെ കഴിഞ്ഞ 4 ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളുടെ സമ്മറി അവതരിപ്പിക്കാനാണ് എന്തിനാ ഒരു ഉപസംഹാരാധ്യായം? അപ്പൊ ഇങ്ങനെ അവർക്ക് മെത്തഡോളജി അറിയില്ല. CN വിജയകുമാരിക്ക് യാതൊരു മെത്തഡോളജി ഇല്ല. അവരാണ് സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുവാണ് വിജയകുമാരി. അപ്പൊ മെത്തഡോളജി ഇല്ലാത്ത ഒരാള് താൻ മറ്റുള്ളവരെ മെത്തഡോളജി പഠിപ്പിക്കാമെന്ന് പറയും. ഇതാണ് ബ്രാഹ്മണ്യത്തിന്റെ ഒരു സവിശേഷത. ബ്രാഹ്മണ്യം എക്കാലത്തും അധികാര അറിവ് രൂപമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തങ്ങൾക്ക് അറിവില്ലെങ്കിലും തങ്ങൾ അറിവിന്റെ മേധോരൂപങ്ങളാണ്, അധികാരികളാണെന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക. ഇനി മറ്റൊരു വിഷയം കൂടി, ഈ തീസീസിന്റെ ബിബ്ലിയോഗ്രഫി ആണെന്ന് പരിശോധിച്ചു. 1981 ചാത്തനാട്ട് അച്യുതനുണ്ണി മാഷിന്റെ ഗവേഷണ രീതിശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ എൻ്റെ ലേഖനത്തിലൂടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർ CN വിജയകുമാരിക്ക് യാതൊരുവിധ ഗവേഷണ രീതിശാസ്ത്രം അറിയില്ല. അപ്പോൾ ചില ആളുകൾ പറഞ്ഞത് 2002 ഇവർ ഗവേഷണ പ്രബന്ധം സമർപ്പിച്ചത്, അതുകൊണ്ട് അന്ന് ഗവേഷണ രീതിശാസ്ത്രം ഇല്ലായിരുന്നു എന്നാണ് ചില ആളുകൾ ഉന്നയിച്ചത്. പക്ഷേ മനസ്സിലാക്കേണ്ടത് 1981 തന്നെ ചാത്തനാത്ത് അച്യുതനുണ്ണി മാഷ് ഗവേഷണ രീതിശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിവർ കണ്ടിട്ടില്ല, അതിവർ പരിശോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അറിയാമെങ്കിലും ഈ രീതിയിൽ എന്ത് വേണമെങ്കിലും എഴുതി കൂട്ടാമെന്ന് പറയുന്ന ഒരു ധൈര്യം. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നൊരു കാര്യമുണ്ട്, രണ്ട് മനുഷ്യരെ എടുത്താൽ അതിൽ ഒരാൾക്ക് വലിയ പരിമിതിയുണ്ട്, ഒരാൾക്ക് പരിധിയില്ല. കാരണം ഒരു ജീനിയസിനെ സംബന്ധിച്ചൊക്കെ പരിധിയുണ്ട്, എന്തും പറയാൻ കഴിയില്ല.
പക്ഷെ ഒന്നും അറിയാൻ വയ്യാത്താക്ക് ഒരു പരിധിയില്ല, എന്തും പറയാം എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ തീസീസിലെ ബിബ്ലിയോഗ്രഫിയിൽ ഗ്രന്ഥസൂചിക നൽകിയിട്ടുണ്ട്. ആ ഗ്രന്ഥസൂചിയിൽ മലയാളം ഗ്രന്ഥസൂചിക നമ്മൾ ഒന്ന് പ്രത്യേകമായി പരിശോധിക്കണം. മലയാള ഗ്രന്ഥസൂചിയിൽ മലയാള പുസ്തകത്തിൻ്റെ പേര് കൊടുക്കുക, അതിനുശേഷം തോന്നുന്ന രീതിയിൽ ഗ്രന്ഥകർത്താവിൻ്റെ പേര് കൊടുക്കുക, പിന്നെ പുസ്തകം പ്രസിദ്ധീകരിച്ച സ്ഥലപ്പേര് കൊടുക്കുക, അതിൻ്റെ പിൻകോഡ് കൊടുക്കുക. എവിടെയാണ് ഗ്രന്ഥസൂചി കൊടുക്കുക പിൻകോഡ് കൊടുക്കുന്നത്? തന്നെയല്ല, ഉള്ളൂരിന്റെ സാഹിത്യചരിത്രം പ്രസിദ്ധീകരിച്ചത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, അത് കേരള സർവകലാശാലയാണ്. അതുപോലും അടിസ്ഥാനപരമായി പുസ്തകം കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് പേജ് തന്നെ കാണൂലേ. അപ്പൊ അതുപോലെ തന്നെയല്ല, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നു, അതിന്റെ ബിബ്ലിയോഗ്രഫി. മലയാള പുസ്തകങ്ങൾ മറ്റൊരു രീതിയിൽ കൊടുത്തിരിക്കുന്നു, സംസ്കൃത പുസ്തകങ്ങൾ മറ്റൊരു രീതിയിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഏകദാനമായ രീതി പോലും ഈ ബിബ്ലിയോഗ്രഫിയിൽ പോലും ഇല്ല. അപ്പൊ നമ്മൾ വേറൊന്നും ചിന്തിക്കണ്ട. ഇവരുടെ ഗവേഷണ പ്രബന്ധത്തിന്റെ മെച്ചം നമുക്ക് മികവ് തിരിച്ചറിയണമെങ്കിൽ അതിനൊരു മികവുമില്ല. അതിന്റെ വൈജ്ഞാനിക ശൂന്യത മനസ്സിലാക്കണമെങ്കിൽ CN വിജയകുമാരിയുടെ ബിബ്ലിയോഗ്രഫിയും ഉപസംഹാര ഇനി മൂന്നാമത്തെ പ്രശ്നം, ഈ ഗവേഷണ പ്രബന്ധത്തിൽ ഉപസംഹാര അധ്യായത്തിൽ പറയുന്നത് ശങ്കരാചാര്യരുടെ കൃതികളിലെ സ്മൃതി അവലംബനമാണ് വിജയകുമാരിയുടെ ഗവേഷണ പ്രബന്ധത്തിന്റെ വിഷയം. അതായത് ശങ്കരാചാര്യരുടെ കൃതികളിൽ എവിടെയൊക്കെയാണ് സ്മൃതികൾ ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ ഉപസംഹാര അധ്യായത്തിൽ ഇവർ പറയുന്നത് ശങ്കരാചാര്യര് മഹാനായൊരു മനുഷ്യനാണ്. ഏത് സ്മൃതികൾ ഉദ്ധരിച്ച് ജാതിയെ സ്ഥാപിച്ച ശങ്കരാചാര്യർ മഹാനായ മനുഷ്യനാണെന്നാണ് വിജയകുമാരിയുടെ കണ്ടുപിടുത്തം. സനാതന ധർമ്മം മഹത്തരമാണെന്നും വിജയകുമാരി ഉപസംഹാര അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സനാതനധർമ്മം? സനാതനധർമ്മം ജാതിധർമ്മം തന്നെയാണ്. ഈ സനാതന ധർമ്മമാണ് ദളിതരെയും പിന്നോക്കക്കാരെയും സ്ത്രീകളെയും എല്ലാം പുറത്തുള്ളത്. നമ്മൾ ഇനി സംസ്കൃതത്തിന്റെ പാരമ്പര്യം പരിശോധിച്ചാൽ വിജയകുമാരിക്ക് സംസ്കൃത അധ്യാപികയാകാൻ കഴിയില്ല. കാരണം സ്ത്രീകൾ സംസ്കൃതം സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ല, സ്ത്രീകൾ എല്ലാത്തിനും പുറത്താണല്ലോ. കാളിദാസൻ എഴുതിയ ശാകുന്തളത്തിൽ ശകുന്തളയുടെ ഭാഷ പ്രാകൃതമാണ്. ശകുന്തള സംസ്കൃതം സംസാരിക്കുന്നേ ഇല്ല. അത് ശാകുന്തളം മാത്രമല്ല, സംസ്കൃത നാടകങ്ങളിലൊന്നും ഭാസന്റെയും ഒന്നും നാടകത്തിൽ സ്ത്രീകൾക്ക് സംസ്കൃതം സംസാരിക്കാൻ കഴിയില്ല. അവരെല്ലാം പ്രാകൃതമാണ് സംസാരിക്കുന്നത്. അത് വെച്ച് നോക്കിയാൽ വിജയകുമാരിക്ക് എങ്ങനെയാണ് സംസ്കൃതം പഠിക്കാൻ പറ്റുക? സംസ്കൃത കേരള സർവകലാശാലയിൽ സംസ്കൃത അധ്യാപിക്കാൻ കഴിയില്ല. ഇവർ പാരമ്പര്യം വെച്ചാണെങ്കിൽ ഇവർ പാരമ്പര്യവാദിയാണല്ലോ. പാരമ്പര്യത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത്. എന്ത് പാരമ്പര്യം? ഒരു പാരമ്പര്യവും ഇല്ല. ശരിക്കും അവരൊരു സംഘപരിവാറിന്റെ ഉപകരണം തന്നെയാണ് അല്ലേ? വളരെ ബോധപൂർവമായിട്ടുള്ള ഒരാക്രമണം. കാരണം ഈ വിപിൻ വിജയനെതിരെ ആദ്യം പറഞ്ഞു വന്ന പരാതി, വിപിൻ വിജയന് സംസ്കൃതം അറിയാത്ത കുട്ടിയെ PhDക്ക് പോകുന്നു എന്നുള്ള അയാളെ പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ആദ്യത്തെ വാർത്തകളെല്ലാം മീഡിയകളിൽ വന്നത്. അപ്പം വളരെ കൃത്യമായും അയാളെ ആക്രമിക്കുക എന്നുള്ള ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ ഒരു യുവാവിൻ്റെ എല്ലാ താല്പര്യങ്ങളെയും അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് വന്നത്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത് യഥാർത്ഥ പ്രതി ഈ പറയുന്ന ചോടിയാണെന്നുള്ളത് അല്ലേ? നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ ഈ വിഷയത്തെ സമീപിച്ചാൽ ഇതൊരു CN വിജയകുമാരി തീരുന്ന പ്രശ്നമല്ല. ഇതൊരു വ്യവസ്ഥാക്രമമായിട്ട് ഈ പുറന്തള്ളൽ ഹിംസ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അതിഭീകരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ തങ്ങൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ നിയമിക്കണമെങ്കിൽ അധ്യാപകർ എന്തെന്ന് ചോദിച്ചാൽ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളോട് അവർക്ക് പരിചിതമില്ലാത്ത മേഖലയിൽ നിന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ച് അവർ ഒഴിവാക്കും. ഇപ്പോൾ എൻ്റെ തന്നെ സംസ്കൃത അധ്യാപകനായിരുന്ന വലിയ പണ്ഡിതനായിരുന്ന പ്രൊഫസർ PT നാരായണൻ, അദ്ദേഹം ഒരു അനുഭവ കഥ ഒരിക്കൽ ഞങ്ങളുടെ ഗവേഷണ ക്ലാസ്സിൽ സൂചിപ്പിക്കും. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു വലിയ സംസ്കൃത പണ്ഡിതൻ ഒരു സംസ്കൃത സർവകലാശാലയിൽ ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ അവിടെ അദ്ദേഹം സർവകലാശാല ഇന്റർവ്യൂവിനാണ് ചെന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തോട് ചോദിച്ചത് രാമശബ്ദം ചൊല്ലാൻ ആവശ്യം, രാമോ എന്ന് പറയുന്ന ആ ഒരു വിഭക്തി ചൊല്ലാനാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഈ ഉദ്യോഗാർത്ഥി ഞാൻ UP സ്കൂൾ അധ്യാപക തസ്തികയ്ക്കല്ല വന്നത്, സർവകലാശാല അധ്യാപക തസ്തികകൾ ഇന്റർവ്യൂവിനാണ്. അപ്പോൾ ഈ രീതിയിൽ മനുഷ്യർ നമ്മളൊരു സർവകലാശാല
അധ്യാപക തസ്തിൽ ഇന്റർവ്യൂ നടക്കുന്നത് അപഗ്രഥനാത്മകമായിരിക്കും, ഓർമ്മശക്തി പരിശോധിക്കലല്ല. CN വിജയകുമാരിയെ പോലുള്ളവർ ചെയ്യുന്ന എന്താണ്? ഓർമ്മശക്തി പരിശോധിക്കലാണ്. നമ്മുടെ കയ്യിൽ മൊബൈലും നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള ആധുനികമായ സാങ്കേതിക വിദ്യകളും ഒക്കെ വന്ന കാലത്ത് ആളുകളുടെ ഓർമ്മശക്തി പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഇന്റർവ്യൂ എന്ന് പറയുന്ന ഓർമ്മശക്തി പരിശോധിക്കലല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു കാര്യം. അപ്പൊ ഇവിടെ ഇവർ ചെയ്യുന്ന എന്താണ്? അധ്യാപക നിയമനത്തെ ഒരു കടവല്ലൂർ അന്യോന്യമാക്കി മാറ്റിയെടുത്തിരിക്കുന്നു. അങ്ങനെ താല്പര്യമുള്ളവരെ അവരോട് എളുപ്പമുള്ള ചോദ്യം ചോദിക്കും. താല്പര്യമില്ലാത്തവരോട് ഏതെങ്കിലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും വ്യാകരണ ഗ്രന്ഥത്തിൽ നിന്ന്, ഒരു സാഹിത്യ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു 10 ചോദ്യം ചോദിച്ച് അവരെ കഷ്ടപ്പെടുത്തുകയും അവരൊന്നും ഇന്റർവ്യൂവിലെ മാർക്ക് കുറച്ചിട്ട് പല ആളുകളെ നമ്മളെ ഈ പറയുന്ന സീനിയോറിറ്റിയിൽ നിന്ന് തട്ടിയിട്ടുണ്ട്. സീനിയോറിറ്റി മാത്രമല്ല, അധ്യാപന നിയമനത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാതിരിക്കുന്ന രീതിയിൽ ഇന്റർവ്യൂ ബോർഡ് തന്നെ ഒരു ബ്രാഹ്മണ സഭയായി രൂപം മാറുന്നതാണ്. അങ്ങനെയാണ് ഇക്കാലം അത്രയും ആളുകളെ പുറത്തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴും വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നോക്കൂ, എന്തുകൊണ്ടാണ് വിപിനെതിരെ ഇത്തരം ഒരു ആക്രമണം അയച്ചു വിടുന്നത്? കാരണം ഇപ്പോൾ തന്നെ കേരള സർവകലാശാലയിൽ മാത്രമല്ല നമ്മുടെ സർവകലാശാലകൾക്ക് റിട്ടയർമെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റിട്ടയർമെൻറ്റ് ബസ്സുകളിലൊക്കെ ഭാവിയിൽ ഇൻ്റർവ്യൂ വരും. ആ ഇൻ്റർവ്യൂ വരുമ്പോൾ ഈ വിപിനെ പോലെയുള്ള ആളുകളായിരിക്കും ഇൻ്റർവ്യൂവിൽ വരാൻ പോകുന്നത്. അവരായിരിക്കും ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ളവർ. അതിനെയൊക്കെ മുൻകൂട്ടി ആസൂത്രിതമായിട്ടാണ് ഇത്തരക്കാരൊന്നും തന്നെ ഒരിക്കലും ജോലിയിൽ പ്രവേശിക്കരുതെന്ന് പറയുന്ന വളരെ നിഗൂഢമായ ചാണകബുദ്ധിയോടുകൂടി തന്നെയാണ്, വളരെ കൃത്യമായ അജണ്ടയോടുകൂടിയാണ് CN വിജയകുമാരി പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് ഒരു CN വിജയകുമാരി അല്ല, ഇത് ഇത്തരം ധാരാളം കുമാരിമാർ കേരളത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരൊക്കെ അധ്യാപകരായിട്ട് നമ്മുടെ സർവകലാശാലകളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു ഭീകര ഹിംസ പുറത്തുള്ള വ്യവസ്ഥയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. കുഞ്ഞാമൻ സാറ് തൻ്റെ ആത്മകഥയിലും, ഞാൻ കുഞ്ഞാമൻ സാറുമായിട്ട് ഇത്തരം വിഷയങ്ങൾ വളരെ നേരിട്ടോടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാമൻ സാർ തൻ്റെ ആത്മകഥയിൽ പറയുന്നൊരു ഡോക്ടർ രാജിനോട്, അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ രാജിനോട് പറയുന്നൊരു കാര്യമുണ്ട്. സാറ് ഞാൻ ജനിച്ചിടത്തായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ താങ്കൾ ഒന്നും ആവായിരുന്നില്ലെന്നും, സാറ് ജനിച്ചിടത്താണ് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാനൊരു നോബൽ സമ്മാന നേതാവായിരുന്നു പറഞ്ഞു. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് കുഞ്ഞാമൻ സാറിനെ പോലെ വലിയൊരു ഇന്റലിജൻസിയക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ പോവുകയും വളരെ കൃത്യമായി അദ്ദേഹത്തിന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കത്തിക്കാൻ തുടങ്ങിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ആ കുഞ്ഞാമൻ സാർക്ക് നേരിട്ടുള്ള ആ ഒരു സെക്രിക്കൽ വിവേചനത്തിൻ്റെ അവസ്ഥ ശരിക്കും ഇപ്പോഴും വർക്കൗട്ട് ചെയ്യണമെന്നുള്ള ശരിയല്ല. തീർച്ചയായും ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മളെല്ലാം ആദരിക്കുന്ന കുഞ്ഞാമൻ മാഷ് അനുഭവിച്ച വിവേചനം, ആ വിവേചനം കേരള സമൂഹത്തിൽ ഇപ്പോഴും ആഴത്തിൽ നിലനിൽക്കുന്നുണ്ട്, വളരെ ആഴത്തിൽ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും ഒരു ദളിതനായിട്ടുള്ള VC ഉണ്ടാകാത്തത്? VC അല്ല, എന്താ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ഇല്ല. ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് കുര്യപ്പുഴ ശ്രീകുമാർ ഒരു അക്കാഡമി മെമ്പർ പോലും ആകാത്തത്? അപ്പം ഏതെങ്കിലും പോസ്റ്റില്ല, ഉന്നതമായിട്ടുള്ള ഒരു അംഗീകൃത പോസ്റ്റിലേക്ക് ആരാ അവിടെ വന്നിട്ടുള്ളത്? അതെ, ഇപ്പം നമ്മൾ നോക്കിയാൽ അറിയാം, കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ, കൊച്ചി, ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെല്ലാം വ്യത്യസ്തമായ കോളേജുകളുണ്ട്. ഈ കോളേജുകളിലൊന്നും തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അസിസ്റ്റന്റ് പ്രൊഫസർമാരായിട്ടില്ല. എന്നിട്ടും കേരളം പുരോഗമന കേരളമാണ്. NSSന്റെയോ SNDPയുടെയോ അല്ലെങ്കിൽ കൃഷി മാനേജ്മെന്റ് സ്കൂളിലോ ഒന്നും തന്നെ ഇല്ല. അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് നോൺ ടീച്ചിങ് സ്റ്റാഫല്ലോ തീർച്ചയായിട്ടും. ഡോക്ടർ വളരെ എൻ്റെ സുഹൃത്തു കൂടിയ OP രവീന്ദ്രൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ കോളനി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം വിവരാവകാശ പ്രകാരം ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് വളരെ കൃത്യമായ മറുപടി പറയുന്നത്. അപ്പോൾ വളരെ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളം പലതരത്തിലും പുരോഗമനപരമാണെന്നൊക്കെ അവകാശപ്പെടാറുണ്ടെങ്കിലും വളരെ കൃത്യമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ജാതി പരിപാടിയുടെ ഒരു സ്ഥലമാണ് കേരളം. ഇപ്പം നമ്മൾ കോട്ടയം ജില്ലയിലാണ് ഇരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ എത്ര ഗവൺമെൻറ് കോളേജുണ്ട്? 1-2 ഗവൺമെൻറ് കോളേജുണ്ട്. ബാക്കി 30-ലധികം കോളേജുകളെല്ലാം വ്യത്യസ്തമായ എയ്ഡഡ് മാനേജ്മെൻറ്റുകളാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഈ എയ്ഡഡ് മാനേജ്മെൻറ്റ് കോളേജുകളിലെല്ലാം തന്നെ അധ്യാപകരായി സേവനം അനുഷ്ഠിക്കുന്നത് സവർണ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ്. ആകാവൂ ആണെന്നല്ല, അങ്ങനെ ആകാവൂ എന്നുള്ള ഒരു അലിഖിത രീതിയാണ്. ആണ് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? ഇപ്പോഴും അത് തന്നെ തുടരുകയാണ്, ഒരു വ്യത്യാസം. എന്നിട്ട് നമ്മൾ സംവരണത്തെ കുറിച്ചൊക്കെ ഒരു വാചാലമായിട്ട് സംസാരിക്കുകയും ചെയ്യും. അതെ 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 അല്ലേ? മറ്റൊരു ഭീകര പ്രശ്നം എന്ന് പറയുന്നത് വിപിന്റെ വിഷയം നമ്മൾ സൂചിപ്പിച്ച് അത് ചർച്ച ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. കാലടി സംസ്കൃത സർവകലാശാലയിലാണ് PhDയുടെ സംവരണം അട്ടിമറിച്ചത്. K. വിദ്യ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി മലയാള വിഭാഗത്തിൽ ഭീകരമായ സംവരണം അട്ടിമറി നടത്തി.
ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗ്രാന്റ് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. 158 കോടി രൂപയാണ് ഈ ഗ്രാന്റ് കുറിച്ച് പറയുന്നത്. ദളിതരോട് വലിയ സമീപനമാണ്, പിന്നോക്കക്കാരോട് വലിയ സ്നേഹമാണ്. പക്ഷെ പ്രവൃത്തിയിൽ എന്തില്ല? പ്രവൃത്തിയിൽ ഈ സ്നേഹമൊന്നുമില്ല. പ്രവൃത്തിയിൽ സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കോളേജുകളിൽ സംവരണം നടപ്പിലാക്കാത്തത്? അപ്പോൾ ദളിതരോടും പിന്നോക്കക്കാരോടും സ്നേഹമുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം നടപ്പിലാക്കുക. ആദ്യം ഞാൻ PSCക്ക് വീണമെന്നാണ് പ്രധാനപ്പെട്ട പല ആളുകളും അത്രയൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ ആദ്യം ആവശ്യപ്പെടുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ സംവരണം നടപ്പിലാക്കുക. സംവരണം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് സർക്കാർ ഉറപ്പുവരുത്തണം. ഇപ്പൊ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുക. ഭിന്നശേഷി സംവരണം നടപ്പിലാക്കണമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മറ്റു സംവരണം നടക്കുന്നു? അതെ അതെ. പക്ഷേ ഈ പറയുന്ന മറ്റു SC/ST സംവരണത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഡബിൾ സ്റ്റാൻഡേർഡിന്റെ പ്രശ്നം. അതെ, തീർച്ചയായിട്ടും. അപ്പം ഒരു സവർണറുടെ കാര്യം വരുവാണെങ്കിൽ വളരെ എളുപ്പം കാര്യം നടന്നു പോകുകയും ദളിതരുടെ പിന്നോക്കക്കാരുടെ കാര്യം വരുമ്പോൾ ഒരു തരത്തിലും നടക്കാത്ത രീതിയിൽ ഭീകരമായ പ്രതിസന്ധിയാണ് മേഖല നിറവേറ്റുകയും. അത് മാത്രമല്ല സാറേ, നമ്മളിപ്പം RLV രാമകൃഷ്ണനെ പോലെ ഒരു കലാകാരൻ, അതായത് വളരെ ലബ്ധപ്രതിഷ്ഠയുള്ള ഒരു കലാകാരന് അദ്ദേഹത്തിന്റെ പ്രശ്നം വന്നപ്പോഴും ഇതുപോലെ ഒരു സ്ത്രീയാണ് ഒരു വന്നിട്ട് അവൻ എന്താ വെച്ചാൽ വളരെ വികൃതമായ വളരെ മ്ലേച്ഛമായ ഭാഷയിലാണ് അവർ ശരീരത്തെക്കുറിച്ച് വരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള നടപടികൾ. അതുപോലെ പുഷ്പവതിയുടെ പാട്ടിനെ കുറിച്ച് വന്നപ്പോൾ ഇതിപ്പം കേരളത്തിലെ പുതിയതായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. വളരെ കൃത്യമായ ഒരു ജാതീയ, ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ജാതീയ പരിപ്രേക്ഷ്യത്തിൽ തന്നെ നിന്നുകൊണ്ടുള്ള കളികളല്ലേ നടക്കുന്നത്. നമ്മൾ ഈ നമ്മുടെ സാഹിത്യ സാംസ്കാരിക രംഗം പരിശോധിച്ചാൽ കേരളത്തിൽ ഈ സാംസ്കാരിക നായകന്മാരെന്ന് അറിയപ്പെടുന്നവരാണ്. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെന്ന് അറിയപ്പെടുന്നവരെല്ലാം സവർണരാണ്. അതെ. ഒരിക്കലും ഒരു ദളിതനോ പിന്നോക്കക്കാരനോ ഒരു സാംസ്കാരിക നായകനാകാൻ അനുവദിക്കത്തില്ല. സുകുമാർ അഴിപ്പോഴാണ് അതിൻ്റെ അപവാദം. ബാക്കി ഒരിക്കലും ഒരു സാംസ്കാരിക നായകൻ ഒരു സവർണ ബിംബമാണ്, സവർണ ശരീരമാണ് സാംസ്കാരിക നായകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ചെറിയ അടുത്തിടെ ഒരു അനുഭവം ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, കോഴിക്കോട് ഭാനോസ് എന്ന് പറഞ്ഞൊരു പരിപാടി. ഭാനോസ് പ്രൊഫസർ MN കാരശ്ശേരി അവിടെ സംസാരിക്കുന്നുണ്ട്. MN കാരശ്ശേരിയോട് പ്രശാന്ത് അപ്പൻ എന്ന് പറയുന്ന ഒരാളൊരു ചോദ്യം ചോദിച്ചത്, താങ്കൾ അടൂരിനെ പിന്തുണച്ചുകൊണ്ട് കത്തെഴുതി, ആ നിലപാടിൽ ഇപ്പോഴും താങ്കൾ ഉറച്ചു നോക്കുന്നുണ്ട് എന്ന് ചോദിച്ചപ്പോൾ MN കാരശ്ശേരി പറയുന്നത്, അടൂര് മഹാനായ ഒരു കലാകാരനാണ്, അദ്ദേഹം വളരെ സീനിയോറിറ്റി ഉള്ളതാണ് എന്നൊക്കെ ആണ് പറയുന്നത്. ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ കാഴ്ചയോട് ചോദിച്ചത്, അടൂര് കലാകാരനാണ്, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണ്, അതവിടെ നിൽക്കട്ടെ. ചോദ്യം എന്താണ് താങ്കളുടെ ഇക്കാര്യം? ദളിതർക്കും സ്ത്രീകൾക്കും ഫണ്ട് കൊടുക്കുമ്പോൾ മാത്രം, പ്രത്യേകിച്ച് സിനിമ നിർമ്മിക്കുക, അത് ഔദാര്യമൊന്നുമല്ല, ഔദാര്യമൊന്നുമല്ല, സർക്കാർ പിന്തുണ കൊടുക്കുക, അപ്പോൾ മാത്രം അതിൽ അഴിമതി നടക്കുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. പ്രൊഫസർ MN കാരശ്ശേരിയിൽ ആഴത്തിൽ ബാധിച്ചിട്ടുള്ള സവർണ യുക്തിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ പുറത്തു വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ സമൂഹത്തെ ആകമാനം ബാധിച്ചിരിക്കുന്ന കാര്യം. എന്തുകൊണ്ടാണ് പുഷ്പവതി എന്ന് പറയുന്ന സ്ത്രീ നിരവധി സിനിമകളിൽ പാടിയിട്ടുള്ള, പക്ഷേ അറിയത്തില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. എന്തുകൊണ്ടാണ് അടൂരിന് പുഷ്പവതി അറിയാത്തത്? അടൂരിന് പുഷ്പവതി അറിയാത്തതിന് കാരണം ജാതിയാണ്. അടൂരിനെ ബാധിച്ചിരിക്കുന്ന ജാതി. എനിക്ക് അടൂരിന് എത്രമാത്രം ലിബറൽ വേഷം കെട്ടി ആടിയാലും അടൂര് തന്നെ സൃഷ്ടിച്ച വിധേയനായിട്ട് ജീവിക്കുകയാണ്. ഇപ്പൊ അടൂരിനെ പിന്തുണച്ചുകൊണ്ട് കത്തെഴുതിയില്ല MN കാരശ്ശേരി, ഡോൺ പാലത്ര, കുറെ ആളുകൾ കത്തെഴുതി. ഇവരെല്ലാം അദ്ദേഹത്തിന്റെ വിനീത വിധേയരാണ്. ഈ കാലം മാറിയൊന്നും ഇവരാരും ഫ്യൂഡൽ നാടുവാഴിത്ത കാലത്ത് തന്നെ. മാത്രമല്ല ഇവരുടെ എല്ലാം കലാരൂപങ്ങളുടെയും കൃതികളുടെയും ഒക്കെ ഉള്ളടക്കം എന്ന് പറയുന്നത് പഴയ 4-കെട്ടും 8-കെട്ടിന്റെയും MTയുടെ ഒരു സാഹിത്യമുണ്ടല്ലോ. ആ ഒരു ഏരിയക്കപ്പുറത്തേക്ക് അല്ല അതിനപ്പുറത്തേക്കുള്ള ഒരു പൊതുജനതയുടെ പ്രശ്നങ്ങൾ ഒരിക്കലും ഇവർ കൈകാര്യം ചെയ്തിട്ടില്ല. ഒന്നുമില്ല. 4-കെട്ടിന് പുറത്തേക്ക് ഒരിക്കലും വന്നിട്ടില്ല. ആ 4-കെട്ട് സാഹിത്യമാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള സാഹിത്യം എന്ന രീതിയിലാണ് നമ്മളിപ്പോഴും വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഈ അടുത്തിടയിൽ MTയുടെ സാഹിത്യത്തെ അവലോകനം ചെയ്തുകൊണ്ട് ഒരു പുസ്തകം പുറത്തു വരികയുണ്ടായി. ഞാൻ പേരിപ്പോൾ കൊടുക്കുന്നില്ല. അതിനകത്ത് KP രാമനമ്മയുടെ ഒരു ലേഖനമാണ്. അപ്പോൾ KP രാമനമ്മയുടെ ലേഖനത്തിൽ പറയുന്നത്, നായന്മാരുടെ ഭാഷാ പ്രയോഗങ്ങളുടെ സംസ്കാരവും മാതൃകാപരമായതുകൊണ്ട് മറ്റുള്ളവർ സ്വീകരിച്ചു. അപ്പോൾ നായന്മാരുടെ ഏത് സംസ്കാരത്തെ പറ്റിയാണ് KP രാമൻ ഈ പറയുന്നത്? നമ്മുടെ ശ്രീജിത്ത് പറഞ്ഞ പോലെയാണ്.
അതായത് ഡൊമിനന്റ് കാസ്റ്റിന്റെ അവരുടെ തറവാടിന്റെ ഒക്കെ ആയിരുന്നു. അതെ അതെ. എന്താണ് അയാൾക്ക് തറവാടുണ്ടായത് എന്ന് ഇവർക്കാർക്കും അറിയില്ല. ഇതിപ്പോ രാമായണവും മഹാഭാരതവും വിളക്ക് വെച്ച് വായിക്കണമെന്നാണ് KP രാമൻ നമ്മൾ ഈ കുട്ടിക്കൃഷ്ണൻ മാരാരുടെ മഹാഭാരത പരിഗണനത്തെ മുൻനിർത്തി സുനിൽ പിയുടെ മാതൃഭൂമിയിലെ ലേഖനം KP രാമനാണ് എഴുത്തച്ഛന്റെ രാമായണത്തെ മുൻനിർത്തിയ ഒരു ലേഖനം. ഈ രണ്ട് ലേഖനത്തിലും ഒരുപോലെ വന്ന ഒരു വാചകമുണ്ട്. ഇവർ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞവരാണ്. വിളക്ക് വെച്ച് വായിക്കേണ്ട ഗ്രന്ഥമാണ് രാമായണം. നോക്കൂ, ഇവർ രണ്ടുപേരും ഏത് കാലത്തെ ജീവിക്കുന്നത്? ട്യൂബ് ലൈറ്റ് വന്ന ഒരു കാലത്ത്, ഇത്രയും വലിയ ലൈറ്റിന്റെ ഇലക്ട്രോണിക് കാലത്ത് പറയുകയാണ് വിളക്ക് വെച്ച്. അപ്പൊ ഇവർ രണ്ടുപേരും ഈ സവർണ ഹൈന്ദവ ബോധത്തിൽ പുറത്തു വന്നിട്ടില്ല. അപ്പൊ അതിനകത്ത് നിന്ന് ബിംബങ്ങൾ പോലും തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു സവർണ ഹൈന്ദവ ബോധം നമ്മുടെ സർവകലാശാലകളെ, അക്കാദമിക ജീവിതത്തെ, വൈജ്ഞാനിക സ്ഥാനനിലകളെ ഒക്കെ തന്നെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നോക്കൂ, ഒരു ദളിതായിട്ടുള്ള ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ നിയമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അയാളെ ഒരു SC റിസർവേഷനിൽ മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ. ഒരു ഓപ്പൺ കാറ്റഗറിയിൽ ഒരിക്കലും പരിഗണിക്കില്ല. അതൊരു മേഖലയിലും ഇല്ല. ഇപ്പം നമ്മുടെ മന്ത്രിസഭ ആയാലും അല്ലെ ഏത് മേഖലയിലായാലും സാധാരണമായാലും ഒക്കെ തന്നെ നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ കേരളം ഇപ്പോഴും ജാതി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ജാതി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, ജാതിക്കകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ. മലയാളി പുറത്തു പുരോഗമനവും അകത്ത് ജാതി ജീവിതവുമായി നീങ്ങുന്നവരാണ്. അകത്തും പുറത്തും ജാതിയുടെ വ്യത്യസ്ത തലങ്ങൾ അവർ സൂക്ഷിക്കുന്നു. അതായത് ജാതിയുടെ ആ സ്ഥലത്തിന് പുറത്തേക്ക് ഒരിക്കലും അവർ പോകാൻ പറ്റില്ല. ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ നോക്കൂ, ഈ K. ജയകുമാർ IAS ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. ഇപ്പോൾ പുന്നല ശ്രീകുമാർ പറഞ്ഞത് യാഥാസ്ഥിതികരെ അത് സംതൃപ്തിപ്പെടുത്തുവാൻ പറഞ്ഞു. നമ്മൾ എന്തുകൊണ്ടാണ് ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത്? അതിൻ്റെ ഒരു സാംസ്കാരിക സാഹചര്യം നമുക്കറിയാം, സാമൂഹിക സാഹചര്യം. ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മുഴുവൻ പോറ്റി അടിച്ചുകൊണ്ട് പോകും. എങ്ങനെയാണ് പോറ്റിയെയും ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീയെയും കൈകാര്യം ചെയ്തത്? ഇവർ രണ്ടുപേരും കള്ളരല്ല. പോറ്റി കള്ളനാണ്. ബിന്ദു എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മോഷ്ടിച്ചിട്ടില്ല. കള്ളപ്പരാതിയുടെ പേരിൽ പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയും അപമാനിക്കുകയും അവരൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ചെയ്തപ്പോൾ കക്കൂസിക്ക് വെള്ളം കുടിക്കാൻ പറഞ്ഞു. അത് മാത്രമല്ല, അവരുടെ ചിത്രം, അവരുടെ എതിരെ വന്ന പ്രതികളുടെ ചിത്രം പോലും ഇന്നുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം മധുവിനെ എത്ര ഭീകരമായിട്ടാണ് വേട്ടയാണ് ഒരുപടി അരിയെടുത്ത മധുവിനോട് കാണിച്ച നീതിയും ഈ ശബരിമല ഇനി അയ്യപ്പൻ തന്നെ അതിനകത്തുണ്ടെന്ന് സംശയമാണ്. അടിച്ചുകൊണ്ട് പോയവരോട് കാണിക്കുന്ന ഒരു വിധേയത്വം വളരെ പ്രധാനം. അതായത് മോഷ്ടിക്കണമെങ്കിൽ ഒരു പ്രിവിലേജ് വേണം. കേരളത്തിൽ കള്ളനാകാൻ പ്രിവിലേജ് വേണം. മീശമാധവൻ എന്ന് പറയുന്ന സിനിമയാണ്. മീശമാധവൻ എന്ന് പറയുന്ന സിനിമ, മീശമാധവന്റെ ജാതി ഏതാണ്? അതുകൊണ്ട് മീശമാധവനിലെ മാധവന് നായരായതുകൊണ്ടാണ് കേരള സമൂഹം ആ മീശമാധവനെ ആഘോഷിച്ചത്. കാരണം കഥാപാത്രം ഒരു തൊടാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് മീശമാധവൻ കേരള സമൂഹത്തിൽ ആഘോഷിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാധവൻ ഒരു നായരായതുകൊണ്ടാണ്. അപ്പം മോഷണത്തിന് കേരളത്തിൽ ജാതിയുണ്ട്. അത് നായർക്ക് മോഷ്ടിക്കാം, പോറ്റിക്ക് മോഷ്ടിക്കാം, പ്രശ്നമില്ല. പക്ഷേ മറ്റുള്ളവർ മോഷ്ടിച്ചില്ലെങ്കിൽ കള്ളന്മാരായിട്ട് മുദ്ര കുത്തും. അതെ, ഇപ്പൊ വിഭിന്ന കാര്യം തന്നെ ഇത്രയും കാലം പഠിച്ച് MA കഴിഞ്ഞ് MPhil കഴിഞ്ഞ് അല്ലെ M.Ed വരെ പഠിച്ച് MPhil കഴിഞ്ഞ് PhD എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഇത്ര ഹരാസ് ചെയ്യുന്നത്. യാതൊരു മടിയില്ലാതെ ഹരാസ് ചെയ്യപ്പെടുമ്പോൾ ഇവനെ ചോദ്യം ചെയ്യില്ല എന്നൊരു ബോധത്തിൽ നിന്നായിരിക്കും. അതെ അതെ. ഇതിനകത്ത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് പരിശോധിക്കേണ്ട വിഷയമുണ്ട്. ഇപ്പം ഞാനൊരു ശ്ലോകം ചൊല്ലുന്നു, ആ ശ്ലോകത്തിന്റെ ബാക്കി ചൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു അസംബന്ധം വേറെ ഇല്ല. കാരണം വെച്ചാൽ സംസ്കൃതം എന്ന് പറയുന്ന ആയിരക്കണക്കായ ഗ്രന്ഥങ്ങളുള്ള ഒരു മേഖലയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. വൈദിക സാഹിത്യം, തന്ത്ര സാഹിത്യം, സ്മൃതി സാഹിത്യം, പുരാണ സാഹിത്യം എന്നു വേണ്ട 10,000-കണക്കിന് ഗ്രന്ഥ സമുച്ചയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിയിട്ട് ഞാനൊരു ശ്ലോകം ചൊല്ലുക. വിപ്രകുലീനഃ കൃത സംസ്കൃയൗഗ സ്വതീത വേദാഗമ തത്വവേത്ത. ബാക്കി ചൊല്ലാൻ വിജയകുമാരി ടീച്ചർ പറഞ്ഞ ചൊല്ലുവോ? ടീച്ചർ ചൊല്ലാൻ സമസ്യാപൂരണമല്ല. അപ്പൊ ഞാനൊരു ശ്ലോകം ചൊല്ലുക, എന്നിട്ട് പറയും ഇത് ഏത് ഗ്രന്ഥത്തിലാണെന്ന് പറയണമെന്ന് പറഞ്ഞാൽ പറയാൻ കഴിയുമോ? അല്ല, അങ്ങനെ കാണാതെ ചൊല്ലുന്ന ഒരു അല്ലല്ലോ നമ്മുടെ ഓപ്പൺ ഡിബേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ഡിബേറ്റ്സ് അല്ല, ഇത് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് പറയുന്നത് താൻ ചൊല്ലിയ ശ്ലോകത്തിന്റെ പകുതി ബാക്കി അവർ ചൊല്ലാൻ പറയും. അപ്പൊ ഞാൻ ചിലപ്പോൾ ഞാൻ CN വിജയകുമാരി വെല്ലുവിളിക്കുക,
ഞാനിതുപോലെ 10,000 ഗ്രന്ഥങ്ങളെ മുൻനിർത്തി ചില സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലും. ആ സംസ്കൃത ശ്ലോകത്തിന് ബാക്കി അവർ ചൊല്ലുക മാത്രമല്ല അന്വയിച്ച് അർത്ഥവും പറഞ്ഞത് ഏത് ഗ്രന്ഥത്തിലാണെന്ന് പറയണം. വെല്ലുവിളിക്കുക. CN വിജയകുമാരിയെ വെല്ലുവിളിക്കുക. ടീച്ചർ ധൈര്യം ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കട്ടെ. സംസ്കൃതത്തിലായിരിക്കും ചോദ്യങ്ങൾ മുഴുവൻ. സംസ്കൃതത്തിൽ ഉത്തരവും പറയാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ കാണും, അല്ലാത്ത ചോദ്യങ്ങൾ കാണും. അതിനകത്ത് ദർശനങ്ങൾ കാണും, ന്യായം, വൈശേഷികം, വേദാന്തം, ഇതിനകത്തുനിന്ന് എല്ലാം ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ഞാനൊരു ശ്ലോകം ചൊല്ലും, അതിൻ്റെ ബാക്കി ഇപ്പം ഞാൻ കൈലാസ ദ്രീഷകോണെ സുരവിടവിതടെ സ്പാടികെ മണ്ഡവേസൻ ഇത്രയും ഞാൻ ചൊല്ലും. ബാക്കി ടീച്ചർ ചൊല്ലണം. ഏത് ഗ്രന്ഥത്തിലാണെന്ന് പറയുകയും കൂടെ വേണം. ധൈര്യം ഉണ്ടെങ്കിൽ ആ വിഷയം ഏറ്റെടുക്കട്ടെ. ഇത് അക്ഷരശ്ലോക സദസ്സല്ല. അല്ല, അക്ഷരശ്ലോക സദസ്സല്ല. അക്ഷരശ്ലോകം ചൊല്ലിയിട്ട് പാണ്ഡിത്യം തെളിയിക്കേണ്ടത് അക്ഷരശ്ലോക സദസ്സല്ല. ഓപ്പൺ വൈവ എന്ന് പറയുന്നത് അക്ഷരശ്ലോകം ചൊല്ലിയിട്ട് തെളിയിക്കുന്നതല്ല. തന്നെയല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി MA MPhil ബിരുദം നൽകിയതിനു ശേഷവും വിജയകുമാരിയുടെ മുമ്പിൽ പാണ്ഡിത്യം തെളിയിക്കണമെന്ന് പറയുന്ന യുക്തി എന്താണ്? ഈ വിജയകുമാരി തന്നെയാണല്ലോ MPhil തീസിസിൽ ഒപ്പിട്ടത്. അന്ന് ഈ കുട്ടിക്ക് സംസ്കൃതം അറിയാമോ ഇല്ലയോ എന്ന് പരിശോധിക്കാതാണ് ഇവർ ഒപ്പിട്ടത്. അപ്പൊ സ്വന്തം തന്നെ സാക്ഷ്യപത്രത്തെ ഇവർ പരിഹസിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പണ്ട് ബ്രാഹ്മണരുടെ സഭയുണ്ട്, പരിഷത്തെന്ന് പറയും, ബ്രാഹ്മണ പരിഷത്ത്. തന്നെ തൃശ്ശൂരൊക്കെ നടക്കുന്ന കടവല്ലൂർ അന്യോന്യം. ഈ കടവല്ലൂർ അന്യോന്യത്തിന്റെ പ്രത്യേകത വെച്ചാൽ ബ്രാഹ്മണര് വേദം ചൊല്ലുക, എന്നിട്ട് ആ വേദം ചൊല്ലുന്നതിന്റെ അടിസ്ഥാനത്തിൽ 2 വിഭാഗമായിട്ട് ചേരി തിരിഞ്ഞു വന്നിട്ട് വേദങ്ങൾ ചൊല്ലി വ്യായാമം. അപ്പൊ ഇത് നോക്കൂ, എനിക്ക് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന സംസ്കൃത പണ്ഡിതനാണ് പ്രൊഫസർ അലക്സിസ് സാന്റേഴ്സൺ. അദ്ദേഹത്തിന്റെ, എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരു സംസ്കൃത പണ്ഡിതരും അദ്ദേഹത്തിന്റെ ഒരു 50 മീറ്റർ ദൂരത്ത് പോലും പോകാൻ അർഹരല്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു പ്രൊഫസർ അലക്സിസ് സാന്റേഴ്സൺ. അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ്. അതുപോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന മറ്റൊരു സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ ഡൊമിനിക് ഗുഡാൾ. അദ്ദേഹം കിരണതന്ത്രത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യക്കാരായ സംസ്കൃത ഗവേഷകർ പ്രൈമറി സോഴ്സ് പരിശോധിക്കാതെയാണ് സംസ്കൃത ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതുന്നത് എന്ന് ഡോക്ടർ ഡൊമിനിക് ഗുഡാൾ കിരണതന്ത്രത്തിന്റെ ആമുഖത്തിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം അത് പരിഹസിക്കുന്നത് ഈ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഭാരതീയ ദർശനം. ഭാരതീയ ദർശനം എന്ന് പറയുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പുസ്തകം പ്രൈമറി സോഴ്സിനെ ആധാരമാക്കിക്കൊണ്ട് രചിച്ചതല്ലെന്നും സെക്കൻഡറിയും ടെറിഷറിയുമായ ഗ്രന്ഥപാഠങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാരതീയ ദർശനം രചിക്കപ്പെട്ടത് എന്ന് പ്രൊഫസർ ഡോക്ടർ ഡൊമിനിക് ഗുഡാൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്നിപ്പോൾ കേരളത്തിലുള്ള ഏതെങ്കിലും സംസ്കൃത പണ്ഡിതർ പ്രൊഫസർ അലക്സിസ് സാന്റേഴ്സന്റെ അത്രയും സമുന്നത ശീർഷനാണെന്ന് ഒരു സംസ്കൃത വിദ്യാർത്ഥി എന്നതിൽ ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, മാത്രമല്ല രാധാകൃഷ്ണന്റെ ഇൻഡോളജിസ്റ്റുകൾ ഉയർത്തിക്കൊണ്ട് വന്ന ചില വാദങ്ങൾക്ക് അപ്പുറത്തേക്ക് അപ്പൊ ജോൺസിന്റെയും ബ്രാട്ടിന്റെയും ഒക്കെ കൊട്ടേഷനുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഭാരതീയ ദർശനത്തിൽ എന്തുമാത്രം കാണും? ഇതിനകത്ത് നമ്മൾ ഭാരതീയ ദർശനം എന്ന് പറയുമ്പോൾ പോലും ഫിലോസഫി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ആ കാര്യങ്ങളെ വിലയിരുത്താമോ എന്ന് സംശയമാണ്. എന്താണ് ഫിലോസഫി എന്ന് പറയുന്നത്? ഫിലോസഫി ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാട് മാറ്റുന്നതാണ്. ജീവിതത്തെ ദർശനം ഒരു കാഴ്ച. ഋഷി എന്ന് പറയുന്ന അതീന്ദ്രിയാർത്ഥ ദ്രഷ്ടാവാണെന്നൊക്കെ പൊതുവെ പറയാം. അതീന്ദ്രിയമായ കാഴ്ചകൾ കാണുന്നതാണ് ഋഷി എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, ഇതൊരു തമാശയാണ്. അപ്പോൾ പൊതുവെ നമ്മൾ ഈ പറയുന്ന ന്യായ, വൈശേഷിക ഫിലോസഫിയൊക്കെ ഉണ്ട്, ചാർവാക ഫിലോസഫി ഉണ്ട്. ഈ ചാർവാക ദർശനങ്ങൾ തന്നെ അടിസ്ഥാനപരമായിട്ട് യാഗ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് തദ്ദേശീയമായ വേരുകളുള്ള നിരവധി വിജ്ഞാന രൂപങ്ങളെ സംസ്കൃതത്തിൽ തന്നെ സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ എല്ലാം ഉണ്ട്. ഞാനിതിനെ മുഴുവൻ കാടടച്ച് വെടിവെക്കുന്ന പരിപാടിയല്ല. സംസ്കൃതത്തിൽ വിജ്ഞാന രൂപങ്ങളൊന്നും ഇല്ല എന്നുള്ള വാദമൊന്നുമല്ല. തീർച്ചയായും തദ്ദേശീയമായ അറിവ് രൂപങ്ങൾ സംസ്കൃതത്തിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടിട്ടുണ്ട്, സംശയരഹിതമായിട്ട്. ഭാഷാശാസ്ത്രപരമായിട്ട് നോം ചോസ്കിയെ പോലെയുള്ള വലിയ ഭാഷാ പണ്ഡിതന്മാർക്ക്, അതുപോലെ തന്നെ ഘടനാവാദപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആഴത്തിൽ ചിന്തിക്കുന്ന മഹാപണ്ഡിതന്മാർക്ക്
വെളിച്ചം നൽകുന്ന രീതിയിൽ ഭാഷാശാസ്ത്രപരമായിട്ട് ധാരാളം ഒരു ഉപാദാനമായിട്ട് സംസ്കൃതം വർദ്ധിക്കുന്നു. സംസ്കൃത ഭാഷയിൽ ഉള്ള ഗവേഷണം വളരെ ആഴത്തിൽ നടത്തേണ്ടതാണ്. ഈ വിവാദമൊക്കെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ചില ആളുകൾ ഉന്നയിച്ചത് ഈ സംസ്കൃതമൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചില വാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. അത് ആ വാദത്തിലൊന്നും കഴമ്പൊന്നുമില്ല. തീർച്ചയായിട്ടും ഇതിപ്പോ ഒരു ഒന്നുമില്ല. പക്ഷെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട്. അംബേദ്കർ പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സയൻസും ടെക്നോളജിയുമാണ് പഠിക്കേണ്ടത്. അവരുടെ ഭാവിയുടെ ആധാരം സയൻസും ടെക്നോളജിയാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ വ്യത്യസ്ത സർവകലാശാലകളിൽ സംസ്കൃതം ഒരു പഠന വിഷയമായിരിക്കുമ്പോൾ, കോളേജുകളിൽ സംസ്കൃത ഒരു പഠന വിഷയമായിരിക്കുമ്പോൾ, സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രകാരം അവിടെ നിയമനം നടക്കുന്ന ഒരു സാഹചര്യം അട്ടിമറിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് നിൽക്കട്ടെ. അതിരിക്കെ തന്നെ നാമമാത്രമായെങ്കിലും ഇതുണ്ടല്ലോ. തീർച്ചയായിട്ടും ദളിതരും പിന്നോക്കക്കാരും സംസ്കൃതം പഠിക്കണം. അത് വിമർശനാത്മക, ഇതിന് ഭക്തിപൂർവ്വമല്ല. ഇതിനകത്ത് എല്ലാ വിജ്ഞാനവും ഉണ്ട്. ഇത് വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമാണ്, അവസാന വാക്കാണ്. എന്നെ ഹാസ്തിൻ അതക്വചി യതിഹാസ്ത എന്നൊക്കെ പറയുന്ന വ്യാസന്റെ മഹാഭാരത വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് ഇതിലില്ലാത്തത് മറ്റെങ്ങുമില്ല എന്ന് പറയുന്നതിന് വേണ്ടിയല്ല. സംസ്കൃത ഭാഷയിൽ അതിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളെ സാമൂഹ്യശാസ്ത്രപരമായി, ചരിത്രപരമായി, നരവംശാസ്ത്രപരമായിട്ടൊക്കെ ഉൾക്കാഴ്ചയോടുകൂടി വായിക്കുന്ന ഒരു രീതി നമ്മൾ വികസിപ്പിച്ചിരുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കർ അതിന് തുടക്കം കുറിച്ച ഒരാളാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ സംസ്കൃത ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കണം. അല്ലാതെ അതിനോട് ഭക്തി മൂർത്ത് അതിൽ പറഞ്ഞതെല്ലാം വേദാന്ത വാക്യങ്ങളാണെന്നും മഹർഷിമാരുടെ ദിവ്യജ്ഞാനം അതിനു മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം പ്രണമിക്കണമെന്നും എന്ന് പറയുന്നതോട് നമുക്ക് യോജിക്കും തന്നെ. എനിക്ക് തോന്നുന്നേ ഇത് ഇവരുടെ ഒരു കുത്തകയാക്കി അതോ അറിവിൻ്റെ വലിയ അവസാന വാക്കാക്കി വെച്ചിരുന്ന ഈ പറയുന്ന സംസ്കൃതത്തിലേക്ക് ഇപ്പോൾ പുതിയ പഠിതാക്കൾ വരികയും അതിൻ്റെ പുതിയ വേർഷൻസ് ഇവർ സാറ് തന്നെയാണെങ്കിലും ധാരാളം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ധാരാളം കൃതികൾ തന്നെ നമ്മൾ പുറത്തു വരുമ്പോൾ അതിൻ്റെ ഒരു അസഹിഷ്ണുതയും ഇതിന് പിന്നിലില്ലേ? തീർച്ചയായിട്ടും. അതായത് ഞങ്ങളുടെ മാത്രം കുത്തകയായിരുന്നൊരു മേഖല, ഞങ്ങൾ പറയുന്നതാണ് അവസാന വാക്കെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇതിനെ വിമർശനപരമായി പരിശോധിക്കുകയും ഇതിൻ്റെ അർത്ഥശൂന്യത വ്യക്തമാക്കുകയും ചെയ്യുന്ന പഠനങ്ങൾ, ധാരാളം പഠനങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. അതിനോടുള്ള അസഹിഷ്ണുതയോ ശത്രുതയോ ഇതിനകത്തില്ലേ? തീർച്ചയായിട്ടും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിരന്തരം ഉന്നയിച്ചൊരു കാര്യമാണ് സ്വസ്തി പ്രജാഭ്യാം പരിപാലനം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതിന്റെ അർത്ഥം എന്താണ്? സ്വസ്തി മംഗളം ഭവിക്കട്ടെ. ആർക്ക്? പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ. മഹീഷൻ എന്ന് പറഞ്ഞാൽ രാജാവ്. രാജാവിന് മംഗളം ഭവിക്കട്ടെ, പ്രജകളെ അതുകൂടാതെ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം, പശുവിനും ബ്രാഹ്മണനും ശുഭമായിരിക്കട്ടെ. അപ്പോൾ ആൾക്കാരെടുത്തിട്ട് ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്ന് പറയും. യഥാർത്ഥത്തിൽ പശു എന്ന് പറയുന്നത് നിങ്ങൾ സംസ്കൃതത്തിൽ കാണുന്ന പശു അല്ല. പശു എന്ന് പറഞ്ഞാൽ ലോകമാണ് പശു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനല്ല, കർമ്മം കൊണ്ടുള്ള ബ്രാഹ്മണനാണെന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഇങ്ങനെയുള്ള വലിയ വ്യാഖ്യാന കസർത്ത് നടത്തുന്നു. വ്യാഖ്യാന ഫാക്ടറികളെന്നാണ് വിശേഷിപ്പിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതോടുകൂടിയാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണൻ എന്നൊക്കെ പറയും. സത്യത്തില് ഈ ബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പത്തെ നിർവചിക്കുന്ന സന്ദർഭത്തിൽ ശങ്കരാചാര്യരുടെ ബൃഹദാരണ്യോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ പറയുന്നു, ബ്രാഹ്മണ ജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിധീയത. ബ്രാഹ്മണന്റെ ജാത്യഭിമാന നിമിത്തം ബ്രഹ്മത്തെ ആ പേരിൽ അറിയുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ശങ്കരാചാര്യ പറയുന്നു. അപ്പൊ ബ്രാഹ്മണ ജാതിയുടെ അഭിമാനത്തെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ജന്മം കൊണ്ടല്ലാതെ കർമ്മം കൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ആകാൻ പറ്റിയിട്ടില്ല. ഒന്നുമില്ല. അതല്ല ജാതി എന്നാണല്ലോ. ഇത് തന്നെയല്ല നാരായണ പുസ്തകങ്ങൾ വളരെ വ്യക്തമായി പറയുന്നത്. മനുഷ്യാണ് മനുഷ്യത്വം ജാതി ഗോത്വം ഗവാം യഥാ ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വ്യക്തിപോകും. യഥാ ഗവാം ഗോത്വം എപ്രകാരമാണ് പശുവിന് പശുത്വം, തഥാ മനുഷ്യാണ് മനുഷ്യത്വം ജാതി. അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. മനുഷ്യത്വം എന്ന് പറയുന്ന തന്നെയാണ് ആ സ്വത്വത്തെ നിർണ്ണയിക്കുന്നത്. പശുക്കളുടെ ബ്രാഹ്മണ പശു, ഈഴോ പശു, നായർ പശു, പശു. അതുപോലെ മനുഷ്യർക്കിടയിൽ എന്തില്ല? വ്യത്യസ്ത ജാതി വിഭാഗങ്ങളില്ല. ഗുരു പറഞ്ഞു ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. അസ്യ തത്വം ന വേത്തി, ഈ തത്വം ആരും അറിയുന്നില്ല. വേത്തി ആരും അറിയുന്നില്ല എന്ന ഗുരുസ്വാമികൾ വളരെ. പക്ഷെ അത് വിജയകുമാരിയെ പോലുള്ളവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ. അവര് ചാനൽ ചർച്ചയിൽ പറഞ്ഞത് അവരുടെ ആദർശം എന്ന് പറയുന്നത് ധർമ്മപക്ഷമാണ്. തന്റെ പക്ഷം എത്ര വിശ്വംഭവത്യേക പീഠം എന്ന് പറയുന്ന
സൂക്തമാണ് അവരെ നയിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരി. ലോകം ഒരു കിളിക്കൂടാണെന്നാണ് എത്ര വിശ്വഭവത്യേകം എന്നതിന്റെ അർത്ഥം. ഈ ലോകം ഒരു കിളിക്കൂടാണെങ്കിൽ എന്തുകൊണ്ടാണ് ശബരിമലയിൽ അബ്രാഹ്മണന് മേൽശാന്തിയാകാൻ കഴിയാത്തത്? അവിടെ മാത്രം ഒരിടത്തും വന്നിട്ടില്ല. തന്നെയല്ല, അങ്കുൽ പലിവാടിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകൾ 96% തസ്തികകളിലും അധ്യാപക തസ്തികകളിലും സവർണരാണ്. മാനവ വിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കൾ 6049 അധ്യാപക തസ്തികകളിൽ 121 പേരൊഴിച്ച ബാക്കി മുഴുവൻ സവർണരാണ്. എത്ര നമ്മുടെ ജുഡീഷ്യറി അല്ല, സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റ് ഓഫീസുകൾ എല്ലാം കണക്കുകളാണ്. എന്നിട്ടും പറയാം എത്ര വിശ്വഭവത്യേകനയുടെ ലോകം ഒരു കിളിക്കൂടാണ്. ഈ ലോകം ഒരു കിളിക്കൂടാണെന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണന്റെ ഇല്ലത്തെ പറ്റിയാണ്. മുഴുവൻ മനുഷ്യരെ ബാധിക്കുന്ന സൂക്തങ്ങളൊന്നും അല്ല ഇത്. അല്ല, ബ്രാഹ്മണനും ചാതുർവർണ്ണത്തിന് അപ്പുറത്തൊക്കെ ഉള്ള ജനങ്ങളായിട്ട് കണക്കാക്കിയിട്ടില്ല, മനുഷ്യരായിട്ട് ഒരിക്കലും ഒരു കൃതികളും കണക്കാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വിജയകുമാരി ധൈര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊരു സംവാദത്തിന് വരട്ടെ അല്ലേ, സാറുമായിട്ടോ അങ്ങനെ ഒരു സംവാദത്തിന് അവർ തയ്യാറാണെങ്കിൽ ഈ പറയുന്ന സംസ്കൃതത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതിനെ നമ്മളൊന്ന് വിശദീകരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് അവരെ നമ്മൾ ഇത്തരം ഒരു ചോദ്യം ഞാൻ സംവാദം എന്നല്ല പറയാം, സംസ്കൃത ചോദ്യ പരീക്ഷ എന്തുകൊണ്ടാണ് ഡോക്ടർ വിജയകുമാരി ടീച്ചറെന്ന് വിളിക്കുന്ന ഒരു അധ്യാപക ആയതുകൊണ്ടാണ്. ഞാനൊരു അധ്യാപകനാണ്, സംസ്കൃത അധ്യാപകൻ തന്നെ. ഞാൻ എൻ്റെ 7ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിച്ചിട്ടുള്ള ഒരാളാണ്. ട്രഡീഷണലായിട്ട് സംസ്കൃതം പഠിച്ച ഒരാളാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ തന്ത്രം, ജ്യോതിഷം, വാസ്തു ഇതൊക്കെ തന്നെ വ്യത്യസ്തരായ ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ച ഒരാളാണ്. ഞാൻ തന്ത്രം അഭ്യസിച്ചത് പിത്തമ്പിൽവട കുമാരൻ നമ്പൂതിരിയുടെ ശിഷ്യനായിട്ടാണ്. പുരാണങ്ങൾ അഭ്യസിച്ച മണികണ്ഠൻ പിള്ള എന്ന് പറയുന്ന ഭാഗവതരുടെ കീഴിലാണ്. ജ്യോതിഷം ഒരു അജിത് കുമാറിൻ്റെ കീഴിൽ. ഇതിനൊക്കെ ശേഷമാണ് ഔദ്യോഗികമായ സംസ്കൃത പഠനം ആരംഭിക്കുന്നത്. ജീവിതത്തിൻ്റെ ഒരു വലിയ സിംഹഭാഗവും സംസ്കൃതം, അതിലെ ഗ്രന്ഥപാഠങ്ങളും ഒക്കെ ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ആത്മസമർപ്പണത്തോടുകൂടി അതിനുവേണ്ടി വിനിയോഗിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആദരവോടുകൂടിയാണ് ഭാഷാ പഠനത്തെ ഞാൻ നോക്കിക്കാണുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, വിദ്യാവിനയ സമ്പന്നി ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിച്ചൈവ ശോഭാഗേച്ച പണ്ഡിത സമദർശി എന്ന് പറയും. പണ്ഡിതൻ എങ്ങനെയായിരിക്കണം? സമദർശിയായിരിക്കണം എന്ന് ഗീത പറയുന്നത്. ആരോടൊക്കെ? ശുനിച്ചൈവ ശോഭാഗേച്ച, ഒരു പട്ടിയോടും ഒരു ചണ്ടാളനോടും ഒരു ബ്രാഹ്മണനോടും എല്ലാവരും തുല്യനായി ആയിരിക്കണം. പക്ഷെ ഈ ദർശനം ഗീതയുടെ ദർശനമല്ല, ഇത് ബുദ്ധന്റെ ദർശനം തന്നെയല്ല. ഗീതയിൽ ഈ വാക്യം സൂചിപ്പിക്കുന്ന ചണ്ടാളങ്ങളുടെ അയിത്തം ഉണ്ടെന്ന് തന്നെ. ഇല്ലെങ്കിൽ ചണ്ടാളന്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഹീനയോനിയിൽ ചണ്ടാളരും ബുദ്ധമതക്കാരെ എല്ലാം ആ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. പാപയോനി സ്ത്രീകളും വൈശ്യരും ഒക്കെ പാപയോനികളാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഞാൻ ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി BA MA MPhil ബിരുദമൊക്കെ കൊടുത്തതിന് ശേഷവും തൻ്റെ മുമ്പിലെ സംസ്കൃത ചോദ്യ പരീക്ഷ കൂടി പാസ്സാകണമെന്ന് പറയുമ്പോൾ ആ ടീച്ചറും സംസ്കൃത ചോദ്യ പരീക്ഷയ്ക്ക് പാസ്സാകണം. അപ്പം ടീച്ചർ ഡീനായിരിക്കാം, ടീച്ചർ HOD ആയിരിക്കാം, അതൊക്കെ ശരി തന്നെ. പക്ഷേ ടീച്ചറിൻ്റെ പാണ്ഡിത്യം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. കാരണം ചാനൽ ചർച്ചയിലൂടെ വിമൻ പറയുന്ന വിദ്യാർത്ഥിയെ സോഷ്യൽ ഓഡിറ്റിന് ടീച്ചർ വിധേയമാണ്. ഒരു അക്കാദമിക സമൂഹത്തിൽ ഇന്നർ സർക്കിളിനുള്ളിൽ നടക്കേണ്ട കാര്യത്തെ ആ വിദ്യാർത്ഥിയെ അപമാനിക്കുന്നതിന് വേണ്ടി ആൾക്കൂട്ടാക്രമണത്തിന് ഇട്ടുകൊടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് ടീച്ചറിന്റെ പാണ്ഡിത്യം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും ടീച്ചറിന്റെ പാണ്ഡിത്യമാണോ, ടീച്ചറിന്റെ സംസ്കൃത ഭാഷയിൽ പറയുന്ന രീതിയിൽ ആഴത്തിലുള്ള പഠനം ഉണ്ടോ എന്നൊക്കെ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ സംസ്കൃത ചോദ്യ പരീക്ഷ വേണ്ടി വരും എന്ന് പറഞ്ഞത്. തന്നെയല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഈ വിഷയം സൂചിപ്പിക്കപ്പെടുന്നു? സംസ്കൃത ചോദ്യ പരീക്ഷ എന്തുകൊണ്ട് ടീച്ചർ അതിന് തയ്യാറുണ്ടോ നമ്മൾ വെല്ലുവിളി ഉയർത്തുന്നു? അതിന് കാരണം ഒരു ഓപ്പൺ വൈവ എന്ന് പറഞ്ഞാൽ 3 പേരടങ്ങുന്ന ഓപ്പൺ വൈവ. 3 പേരടങ്ങുന്നു എന്ന് പറഞ്ഞതിന് കാരണം 3 പേർക്ക് ഈ തീസിസ് വാല്യൂ ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കും. വാല്യൂ ചെയ്ത് അവർ 3 പേരും പരിശോധിച്ച് 3 പേര് യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് നൽകിയതിന് ശേഷമാണ് അതിലൊരാളെ വൈസ് ചാൻസലർ ചെയർമാനായി തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ 3 പേരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓപ്പൺ വൈവ കഴിഞ്ഞ്
സർവകലാശാലയ്ക്ക് ശുപാർശ കൊടുക്കുന്നത് ആ ചെയർമാൻ. ആ ചെയർമാന് മുകളിൽ എന്താണ് ഒരു HODക്ക് അധികാരം? ഡീനിന് എന്താണ് അധികാരം? യഥാർത്ഥത്തിൽ HODക്ക് ഈ ഓപ്പൺ വേയിൽ ആധ്യക്ഷം വഹിക്കുക എന്നതിൽ കവിഞ്ഞ് യാതൊരു അധികാരവുമില്ല, ഇടപെടാൻ യാതൊരു അധികാരവുമില്ല. അപ്പൊ തനിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അധികാരം ബലമായി പ്രയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ. നിയമങ്ങളെ പോലെ വിജയകുമാരി ടീച്ചർക്ക് ഒരു കാരണവശാലും ചെയർമാന് മുകളിൽ ശബ്ദമുയർത്താൻ അധികാരമില്ല. എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. തീസീസിനെ സംബന്ധിച്ച് വിമർശനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഞാൻ ചോദിക്കുന്നത്, ഇതുവരെ കേരള സർവകലാശാല സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിൽ നടന്ന എല്ലാ PhD വൈവകളും സംസ്കൃതത്തിലായിരുന്നു. നമ്മൾ പരിശോധിക്കണം, കേരള സർവകലാശാലയിലെ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിൽ 90% PhD തീസിസുകളും ഇംഗ്ലീഷിലാണ്. നമ്മൾ ശോധഗംഗ എന്ന് പറയുന്ന ഗവേഷണ പ്രബന്ധങ്ങളുടെ സോഫ്റ്റ് കോപ്പി ലഭ്യമാകുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റാണ് ശോധഗംഗ. ആ ശോധഗംഗയിൽ സംസ്കൃതവുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങളുടെ 90% ഇംഗ്ലീഷിലാണ്. അതെന്തുകൊണ്ടാണ്? അപ്പം ഓപ്പൺ വൈവ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിന്റെ സംഭാഷണ ശിബിരമൊന്നും അല്ല. അത് ശിബിരം നടത്തുന്ന അന്താക്ഷരി കളിക്കുന്ന പരിപാടിയല്ല. തീർച്ചയായിട്ടും അവിടെ ആ ഗവേഷണ വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ പ്രാദേശിക ഭാഷയിലോ ഡിഫെൻഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ ഇവർ പറയട്ടെ, ഒരിക്കലും മലയാളത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ പാടില്ല, മലയാളത്തിൽ മറുപടി പറയാൻ പാടില്ല എന്നൊരു അലിഖിത നിയമമൊന്നും കേരളത്തിലില്ല. കേരളത്തിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ സംസ്കൃതത്തെ സംബന്ധിച്ച ഏറ്റവും വലിയ സർവകലാശാലയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. ഈ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ഓപ്പൺ വൈവ എങ്ങനെയാണ് നടക്കുന്നത്? ഓപ്പൺ വൈ നടക്കുന്നത് മലയാള ഭാഷയിലാണ്. സംസ്കൃതം പഠിപ്പിക്കുന്നത് കേരളത്തിൽ എങ്ങനെയാണ്? സംസ്കൃതത്തിൽ ഇന്ന് കേരളത്തിൽ LP സ്കൂൾ മുതൽ സർവകലാശാല വരെ സംസ്കൃത പഠനം നിലനിൽക്കുന്നുണ്ട്. സംസ്കൃത പഠനത്തിന്റെ ബോധന മാധ്യമം സംസ്കൃതം മാത്രമല്ല, മലയാള ഭാഷയിലൂടെയാണ് സംസ്കൃതം പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞ വിജയകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ള മറ്റ് കേരളത്തിൽ ഒരുപാട് അധ്യാപകരുണ്ടല്ലോ. കേരളത്തിലെ സംസ്കൃത അധ്യാപകരും മുഴുവൻ സംസ്കൃതം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ മാത്രമാണ് സംസ്കൃതം പഠിപ്പിക്കുന്നത്. അല്ല. ഇപ്പൊ എന്റെ തന്നെ സംസ്കൃത അധ്യാപകരായിട്ടുള്ള ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദരണീയനായ മുൻവീസ് ഡോക്ടർ ധർമ്മരാജ് അടാട്ടൻ, അദ്ദേഹം ഞങ്ങൾക്ക് സംസ്കൃതത്തിലും ക്ലാസ് എടുക്കുമായിരുന്നു, മലയാളത്തിലും ക്ലാസ് എടുക്കുമായിരുന്നു. വലിയ സംസ്കൃത പണ്ഡിതനാണ് എൻ്റെ സംസ്കൃത അധ്യാപകനായിരുന്ന ഡോക്ടർ PV നാരായണൻ. അദ്ദേഹം ഞങ്ങളുടെ ഗവേഷണ ക്ലാസ് മലയാളത്തിലാണ്. സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ ഞാൻ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് സംസ്കൃത വിഭാഗത്തിന്റെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ VR മുരളീധരൻ, മീമാംസയിലും ഒക്കെ തന്നെ അഗാധ പാണ്ഡിത്യമുള്ള സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ VR മുരളീധരൻ. ഇവരാരും തന്നെ സംസ്കൃത സംഭാഷണ ശിബിരം നടത്തിയ ആളുകളല്ല. അവർക്കൊക്കെ സംസ്കൃതം അറിയാൻ നന്നായി. സംസ്കൃതത്തിന്റെ വൈജ്ഞാനികതയിലാണ് അവരുടെ ബലം ഇരിക്കുന്നത്. അല്ലാതെ സംസ്കൃതം നമ്മൾ അവതരിപ്പിക്കുന്ന തീസിസിന്റെ പ്രശ്നമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അതിന്റെ കണ്ടന്റ് എന്താണ്, അതിന്റെ ഭാഷ എന്താണ്, അതിൽ തെറ്റുണ്ടോ, അല്ല അതിന്റെ ആ കാലിബർ എന്താണെന്നുള്ളതാണ്. അതിന് പകരം ഓപ്പൺ വേവ് ഒരു മല്ലയുദ്ധമാക്കി മാറ്റുകയും സംഭാഷണ ശിബിരത്തിന് മല്ലയുദ്ധം പോലെ സംഭാഷണ ശിബിരം നടത്തുകയും ചെയ്യുന്ന നല്ല പരിപാടി. അതിവരുടെ ഒരു കൂടെ അജണ്ടയുടെ ഭാഗം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഈ യാതൊരു കാരണവശാൽ ഇങ്ങനെ ഒരുത്തന് PhD കൊടുക്കാൻ പാടില്ല എന്നുള്ള ബോധപൂർവമായ ഒരു അജണ്ടയുടെ ഭാഗം. ഇനി നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഗവേഷണ വിദ്യാർത്ഥിയെ സംസ്കൃതത്തിൽ സംഭാഷണം ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഡോക്ടർ വിജയകുമാരുടെ ലക്ഷ്യമെങ്കിൽ MPhil ഈ ടീച്ചറിന്റെ കീഴിലായിരുന്നല്ലോ. എന്തുകൊണ്ട് അന്ന് മുതൽ ആ വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളെ സംസ്കൃത ഭാഷയിൽ സംഭാഷണം നടത്തുന്ന രീതിയിൽ അവരെ പരിഷ്കരിച്ച് അവർക്ക് വേണ്ടത്ര പ്രായോഗിക പരിജ്ഞാനം കൊടുക്കേണ്ട ചുമതല വിജയകുമാരിയിൽ അർപ്പിതമാണ്. അതവർ ചെയ്തിട്ടുണ്ടോ? അവരുടെ ക്യാമ്പസിലെ സംസ്കൃത കുട്ടികളെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അവരുടെ ക്യാമ്പസിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ആ വലിയ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ സംസ്കൃത ഗവേഷണ പ്രബന്ധങ്ങൾ സംസ്കൃതത്തിൽ തന്നെ ആയിരിക്കണം എഴുതപ്പെടേണ്ടത് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അത് തീർത്തും തെറ്റിദ്ധാരണയാണ്. സംസ്കൃതവുമായി ബന്ധപ്പെട്ട സംസ്കൃത ഭാഷയുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ സംസ്കൃത ഭാഷയിൽ മാത്രമല്ല സബ്മിറ്റ് ചെയ്യാൻ കഴിയുക, അത് ഇംഗ്ലീഷിൽ സബ്മിറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ആഗോളതലത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ചോയ്സ് ആണല്ലോ, നിലവിലുള്ള നിയമമല്ലേ. ഇപ്പൊ നോക്കൂ, കേരളത്തിലെ ജ്യോതിഷ ഗ്രന്ഥങ്ങളെ പറ്റി ഇപ്പൊ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉള്ള ആര്യഭടീയം പോലെയുള്ള ഗ്രന്ഥങ്ങൾ, കേരളത്തിൽ സംഗമഗ്രാമമാധവന്റെ വേണ്വാരോഗം പോലുള്ള കൃതികൾ, ഇതിനെയൊക്കെ പറ്റി ഇന്ന് പഠിക്കുന്നത് പാരീസിലുള്ള അഗതാ കല്ലറെ പോലെയുള്ള വലിയ പണ്ഡിതരാണ്.
അവരൊക്കെ സംസ്കൃതം ഒഴുക്കോടുകൂടി സംസാരിക്കുന്നവരൊന്നും അല്ല. പക്ഷെ ഈ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പരിജ്ഞാനമുള്ളവരാണ്. അതെ. അപ്പൊ നമ്മളിത് ഈ കാര്യം കാണണം. നമ്മൾ ഈ കൂപമണ്ഡപങ്ങളായിട്ട് കിടക്കുന്നത് കൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത്. കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്നത് വിനയത്തോടുകൂടി തിരിച്ചറിയുകയും സംസ്കൃത ഭാഷയും അതിൻ്റെ ഗവേഷണ വഴികളെയും വിനയത്തോടുകൂടി സമീപിക്കാൻ, ജനാധിപത്യപരമായി സമീപിക്കാനുള്ള വൈജ്ഞാനികമായി അതായത് അറിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടത് കുറെ വിനയവും മര്യാദയും. അതില്ല എങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ അറിവ് അർത്ഥശൂന്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പോ നോക്കൂ, എങ്ങനെയാണ് കാളിദാസൻ പറഞ്ഞിട്ടുള്ളൂ, മരങ്ങൾ താഴ്ന്നു ഫലാഗമത്തിനാൽ മരം നമിക്കുന്നു ഘനം നവാമുവാൻ എന്ന് പറയുന്ന പോലെ ആയിരിക്കണമല്ലോ. അതെ. ഇപ്പോ കാളിദാസൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ, ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ വിജ്ഞന്മാരഭിനന്ദിക്കുക വിജ്ഞാനം സാധുവായി വരും എന്ന് പറയുന്നുണ്ട്. അപ്പം വിജ്ഞന്മാരഭിനന്ദിക്കണം. അതുകൊണ്ട് വിജയകുമാരി ടീച്ചറെ വിജ്ഞന്മാരഭിനന്ദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുക. ഒരു വൈജ്ഞാനികമായ സംസ്കൃത പരീക്ഷയ്ക്ക് അത് സംസ്കൃത ഈ പറയുന്ന ടീച്ചർ എന്ന ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ടായിരിക്കും തീർച്ചയായിട്ടും അധ്യാപികയായിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പൊതുജനങ്ങളുടെ പണമാണല്ലോ ടീച്ചർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ പൊതുസമൂഹത്തിന് ടീച്ചറുടെ വൈജ്ഞാനികതയിൽ എത്രമാത്രം പിൻബലമുണ്ട്, എത്രമാത്രം അതിൽ അടിയുറച്ച ഒരു എന്താ പറയാ ഒരു ബലമുണ്ട് എന്നൊക്കെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ അധ്യാപകരെ ഇത്തരം ആളുകളെ നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. ആൾക്കൂട്ടാക്രമണത്തിന് വിധേയമാക്കണം, വൈജ്ഞാനികമായ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. അങ്ങനെ നോക്കൂ, ഇവരുടെ അധ്യാപക പ്രൊഫൈൽ കേരള സർവകലാശാല വെബ്സൈറ്റിൽ കാണാം. അതിൽ ഇവരുടെ കുറേ ഗവേഷണ പ്രബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണാം. ഇതൊന്നും ആധികാരികമായ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാസികകളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടുള്ളതല്ല. ഇവരുടെ പല പുസ്തകങ്ങളും, ഡോക്ടർ വിജയകുമാരിയുടെ പല പ്രബന്ധങ്ങളും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പോലും ലഭ്യമല്ല. ഇതാണ് ഒരു യാഥാർത്ഥ്യം. എന്നിട്ടാണ് സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ അന്യന്റെ കണ്ണിലെ കറവെടുക്കാതെ. ഞാൻ പറഞ്ഞു വന്ന ഒരു വിഷയത്തിലേക്ക് കൂടെ വീണ്ടും മടങ്ങി വരാം. ഞാൻ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന സമയത്ത് പലരും ഉന്നയിച്ചത് 2002 ഗവേഷണ പ്രബന്ധം, അതുകൊണ്ട് അത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് 1981 തന്നെ ചാത്തനാഥ് അച്യുതൻ മാഷ് ഗവേഷണ പ്രബന്ധത്തിന്റെ രീതിശാസ്ത്രത്തെ സംബന്ധിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകം പോലും നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഉള്ളൂരിന്റെ സംസ്കൃത സാഹിത്യ ചരിത്രം പ്രസിദ്ധീകരിച്ചത് കേരള സർവകലാശാലയാണെന്നുള്ള യാഥാർത്ഥ്യം പോലും കേരള സർവകലാശാലയിൽ ഗവേഷണം ചെയ്ത വിജയകുമാരി ടീച്ചർ അറിയില്ല. അപ്പൊ വിജയകുമാരി ടീച്ചറിനെ വേണേൽ ക്ഷമിക്കാം, പക്ഷെ വിപിന്റെ ക്ഷമിക്കാൻ പറ്റില്ല. അപ്പൊ ആ യുക്തി നമുക്ക് ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് വിജയകുമാരി ടീച്ചറെ നമ്മൾ സംസ്കൃത ചോദ്യ പരീക്ഷയ്ക്ക് ക്ഷണിക്കുന്നത്? അതിന്റെ യുക്തി എന്ന് പറയുന്നത്, വിപിനെ സമൂഹ മധ്യത്തിൽ അപമാനിച്ച ടീച്ചറുടെ വിജ്ഞാനം എന്തുമാത്രമാണ് പരിശോധിക്കേണ്ടി വരും. ആ വെല്ലുവിളി ടീച്ചറിന് വൈജ്ഞാനിക അതൊരു സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന് പ്രശ്നമല്ല, വെറുതെ ഒരു വൈജ്ഞാനിക തർക്കം മാത്രമല്ല, ഒരു ജനതയുടെ തന്നെ ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നം. തീർച്ചയായിട്ടും. ഇവിടുത്തെ കഴിഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പോലുള്ളവർ പറഞ്ഞത്, ഈ ദളിതരെയും പിന്നോക്കക്കാരെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാന്ന് പറയുന്നത് ഒന്നിച്ച് കെട്ടുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നാരായണ ഗുരുസ്വാമി വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ വലിയ വൈദ്യ ഗ്രന്ഥം എഴുതിയ ഇട്ടി അച്യുതൻ വലിയ വൈദ്യപണ്ഡിതനായിരുന്നു. ഇങ്ങനെ ഈഴവ സമുദായത്തിലും ദളിത് സമുദായത്തിലും ഒക്കെ തന്നെ ഇത് വലിയ സംസ്കൃത പണ്ഡിതരുണ്ട്, സംസ്കൃതം ആഴത്തിൽ പഠിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് ഇവർ പറയുന്ന ഇഡലി സംസ്കൃതം കേട്ട് ഞങ്ങളാരും പേടിക്കത്തില്ല. ഇവരൊക്കെ പറയുന്ന സംസ്കൃതം ഇഡലി സംസ്കൃതം, അത് തുറന്നു പറയും. സംസ്കൃതത്തിൽ ഈ പറയുന്ന ഇഡലി സംസ്കൃതം പറഞ്ഞിട്ട് ഇഡലി സംസ്കൃതം പറയുന്നതാണ് വലിയ പാണ്ഡിത്യം എന്നൊക്കെ പറഞ്ഞ് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, വേദങ്ങൾ, വേദാന്തം ഇതിനെയൊക്കെ സംബന്ധിച്ച് വൈജ്ഞാനികമായ ഒരു ചോദ്യോത്തര പരീക്ഷയ്ക്ക് ഈ ഇഡലി സംസ്കൃതക്കാർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തയ്യാറുണ്ടെങ്കിൽ ആ വെല്ലുവിളി നമുക്ക് അവിടെ വെച്ച് നോക്കാം. ഓക്കെ.